സൗണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു അലൈക യാ അസ്സലാത്തു വസ്സലാമു റൂഹ് പോകും നാളിലെന്റെ കൂടെ വേണം ഹബീബരേ. നൂറ് നൽകി കൂടെ വന്ന് കാത്തിടേണം റസൂലരേ. അസ്സലാത്തു മാഷാ അല്ലാഹ്. അസ്സലാത്തു വസ്സലാമു ആരുമില്ലാതെ ഗനായി പോകുവാനൊരു പേടിയാ. ആയിരം സ്വലവാത്ത് ചൊല്ലിടാം കൂടെ നിൽക്കണം ശാഫിആ. അസ്സലാത്തു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു എന്റെ കൈകൾ കൊണ്ടാമേനിയിൽ തൊട്ടിരുന്നെങ്കിൽ സെയ്ദി. എന്റെ ചുണ്ടുകൾ കൊണ്ടാമേനിയിൽ മുത്തിയെങ്കിലോ യാ ഹബീബ്. അസ്സലാത്തു വസ്സലാമു അസ്സലാത്തു വസ്സലാമു അലമ്മത്ത സയ്യിദിന മുഹമ്മദ്. ഏറെ സ്നേഹാദരവുകൾ നിറഞ്ഞ ഈ വേദി പ്രാർത്ഥന കൊണ്ട് തുറന്നു തന്ന ബഹുവന്യരായ സയ്യിദ് അവറുകൾ, ഈ വേദിയിൽ ആമുഖ ഭാഷണം നടത്തിയ ഈ മഹലിന്റെ ഖത്തീബ് ദാരിമി ഉസ്താദ്, സദസ്സിൽ ഒരുപാട് ഫൈസി ഉസ്താദുമാരുടെയും മറ്റു പണ്ഡിതന്മാരുടെ ഒക്കെ ഒരു നിരയുണ്ട്. എല്ലാവരെയും മനസ്സിൽ വഹിച്ചുകൊണ്ട് ഈ സംരംഭത്തിന്റെ കമ്മിറ്റി ഭാരവാഹികൾ, വന്യവയോധികരായ കാരണവന്മാർ,
സ്നേഹത്തിന്റെ പ്രതീകങ്ങളായ യുവജന സുഹൃത്തുക്കൾ, അപ്പുറത്ത് മറക്കപ്പുറത്ത് മാറിയിരിക്കുന്ന ഉമ്മമാർ, പെങ്ങന്മാർ, എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ആമീൻ ഇവിടെ കണ്ടുപിടിച്ചിട്ടില്ലേ? അൽഹംദുലില്ലാ. അള്ളാഹു തൃപ്തിപ്പെട്ട ഒരു മഹാന്റെ ചാരത്ത് അവന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അല്ലേ അല്ലേ? നിങ്ങൾ കുറച്ച് ദൂരായതുകൊണ്ട് കേൾക്കണില്ലേ? അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അൽഹംദുലില്ലാ, കുറച്ചൊക്കെ സദസ്സിൽ കസേരകൾ ബാക്കിയുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ച് പുറകിൽ നിൽക്കുന്ന ആളുകളൊക്കെ കണ്ട് കയറിയിരുന്നാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ചൊരിഞ്ഞു നൽകുന്ന കൂടിയാണ്. ഈ മഹാനുഭാവന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് ആ മാറി നിൽക്കുന്ന ആളുകളൊക്കെ ഒന്ന് സദസ്സിലേക്ക് വന്നാൽ നമുക്കൊന്ന് കൂടിയിരുന്നിട്ട് ആ മഹാന്റെ ഹഖ് ജാഹ് ബറക്കത്ത് മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു കബൂലാക്കട്ടെ. പറ്റാവുന്നവര്, സംഘാടകര് ചിലപ്പോ തിരക്കുള്ളവരുണ്ടാവും, എല്ലാത്തവരൊക്കെ ഒന്ന് കയറി വന്നാൽ അൽഹംദുലില്ലാ, അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് ഈ സദസ്സ് സ്വീകരിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. എല്ലാ സദസ്സിലും ഇങ്ങനെ സ്വലാത്തും സലാമും ഒക്കെ ചൊല്ലിച്ചുകൊണ്ട് തുടങ്ങുമ്പോ ഓരോ നാടിനെ പ്രഭാഷകന്മാരിങ്ങനെ പരിശോധിച്ചു നോക്കുകയാണ്. അവരെങ്ങനെയുണ്ട്? സ്വലാത്തൊക്കെ ചൊല്ലിച്ചാ ചൊല്ലോ? അള്ളാന്റെ ഹബീബിന്റെ പേരിൽ സലാമൊക്കെ പറഞ്ഞാൽ അവർ കൂടെ പാടുമോ എന്നൊന്നും പരീക്ഷിച്ചു നോക്കലാണ് പല ഉസ്താദുമാരും. അൽഹംദുലില്ലാ, ഈ മഹാന്റെ ചാരത്ത് നിന്നുകൊണ്ട് നിങ്ങളൊക്കെ വളരെ ആവേശത്തോടുകൂടി ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹളറത്തിലേക്ക് സ്വലാത്തും സലാമും ചൊല്ലിയിട്ടാണ് നമ്മുടെ മജ്ലിസ് ആരംഭിച്ചത്. അള്ളാഹു കബൂലാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ മഹാന്റെ പൊരുത്തം നമുക്ക് ലഭിക്കണം. ഇന്നത്തെ മജ്ലിസും ഇനിയുള്ള മജ്ലിസുകളൊക്കെ ഭംഗിയാകണം ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നല്ലൊരു നിയ്യത്തിൽ ഈ സദസ്സിലിരിക്കുക. ഇവരൊക്കെ ഇതുപോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ അല്ലെങ്കിൽ വലിയ ഔലിയാക്കൾ, പരിശുദ്ധ ഖുർആൻ എത്രയോ ആയത്തുകളിൽ ഔലിയായിനെ പറ്റി പറയുന്നുണ്ട്. അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിലും മഹാന്മാരുടെ കിതാബുകളിലുമൊക്കെ ഔലിയായിനെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. അവർ അള്ളാഹുവിന്റെ സാമീപ്യവും പൊരുത്തവും കരഗതമാക്കിയവരാണ്, ലഭിച്ച ആളുകളാണ്. എന്നാൽ അവരെ പോലെ ഞാൻ ഇന്ന് സുദീർഘമായി സംസാരിക്കുന്നില്ല. ഇവർ അള്ളാഹുവിന്റെ പൊരുത്തം, അള്ളാഹുവിന്റെ റിള, ആ മഹത്തായ പൊരുത്തം കരഗതമാക്കിയതുപോലെ സാധുക്കളായ എനിക്കും നിങ്ങൾക്കും എങ്ങനെ അള്ളാഹുവിന്റെ പൊരുത്തം കരസ്ഥമാക്കാമെന്ന് മാത്രം നിങ്ങളുടെ മുന്നിൽ അല്പസമയം സംവദിച്ചുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കാം. അള്ളാഹു കബൂലാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ മഹാന്മാരെ ഇഷ്ടപ്പെട്ടാൽ അത് സ്വർഗത്തിലേക്കുള്ള ഒരു എളുപ്പ വഴിയാണ് മഹാന്മാരെ ഇഷ്ടപ്പെടുക എന്നുള്ളത്. നിങ്ങളൊക്കെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഉസ്താദുമാരുടെ അവരുടെ പഠനങ്ങളിൽ നിന്ന്, അധ്യാപനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. എല്ലാ വെള്ളിയാഴ്ചയും ഓതേണ്ട സൂറത്താണ്, സുന്നത്തുള്ള സൂറത്താണ് ഏത്? സൂറത്തുൽ കഹ്ഫ്. അറിയില്ലേ? ഓതാറില്ലേ? അള്ളാഹു പതിവാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എന്നാൽ ഈ പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫ് 7 ചെറുപ്പക്കാരുടെ കഥയാണ് പറയുന്നത്. അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറയുന്ന 7 ചെറുപ്പക്കാർ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുകയാണ്. അസ്ഹാബുൽ കഹ്ഫിനെ പറ്റി 7 ചെറുപ്പക്കാർ. ദിക്കിയാനൂസ് എന്ന് പറയുന്ന ഒരു കിങ്കരൻ, ഒരു രാജാവ്, ഭരണാധികാരി. അയാൾ ലോകത്തുള്ള ആ നാട്ടിലെ എല്ലാ ജനങ്ങളും തന്റെ അടുത്തേക്ക് വന്നിട്ട് സാഷ്ടാംഗം നമിക്കണം, സുജൂദ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഭരണാധികാരിയാണ്. ദിക്കിയാനോസ് അതിനായിട്ട് പട്ടാളക്കാരെ നിയമിക്കുകയാണ്. ആളുകൾ മൊത്തം തനിക്ക് സാഷ്ടാംഗം ചെയ്തുകൊണ്ട് തന്നെ ആരാധിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് പട്ടാളക്കാരെ നിയമിക്കുകയാണ്. ആരെങ്കിലും അതിനെ വിലങ്ങിയിട്ട് തന്നെ സുജൂദ് ചെയ്യാൻ, തന്നെ ആരാധിക്കാൻ വിലങ്ങിയാൽ
അവരെ ജയിലിന്റെ അറകളിലേക്ക് കൊണ്ടുപോയിടാൻ പട്ടാളക്കാരെ പ്രജകളെ നിയമിക്കുകയാണ്. ആ സമയത്താണ് 7 ചെറുപ്പക്കാർ അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് തൗഹീദിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അവരൊന്ന് മാറി ചിന്തിക്കുകയാണ്. അങ്ങനെ ഈ 7 ചെറുപ്പക്കാർ അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുകയും അവരൊരു ഗുഹയിൽ അഭയം പ്രാപിച്ചതുമായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. 7 ചെറുപ്പക്കാർ. സൂറത്തുൽ കഹ്ഫ് പറയുന്നുണ്ട്, സബ്അതൂ വസാമിനുഹും കൽബുഹും. അവര് 7 ആളുകളാ, അവരിൽ 8ാമത്തതൊരു നായയാണ്. 7 ചെറുപ്പക്കാരെ സംരക്ഷിക്കാൻ, അവർക്ക് വേണ്ടി കാവൽ നിൽക്കാൻ ഒരു നായ സഹായിയായി കൂടുകയാണ്. വിശുദ്ധമായ ഇസ്ലാം ഫിഖ് പഠിപ്പിക്കുന്നുണ്ട്, നായ തൊട്ടാൽ 7 തവണ കഴുകണം, അതിൽ 1 തവണ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാകണമെന്ന് ഫിഖ് കർമ്മശാസ്ത്രം കട്ടായമായി പഠിപ്പിക്കുന്ന ആ നായയുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ഈ നായ അസ്ഹാബുൽ കഹ്ഫിന്റെ കൂടെ കൂടി ആ ഗുഹാമുഖത്ത് ഇങ്ങനെ കാവലായിട്ട് പോയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ശ്രദ്ധിക്കണേ, 1ഉം 2ഉം കൊല്ലല്ല, 300 വർഷം അവരവിടെ ആ ഗുഹയിൽ ഉറങ്ങിക്കിടന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ 300 കൊല്ലവും കാവൽ നിന്ന നായ ഇമാം ഗസാലി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ നായ എവിടെയെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? ഫിൽ ജന്നാ. ഗസാലി ഇമാം അശറത്തു ഹയവാനാത്ത്, 10 ജീവികൾ സ്വർഗത്തിലുണ്ടെന്ന് പഠിപ്പിക്കുമ്പോ അതിലൊരു ദേവി ഏതെന്നറിയുമോ? അസ്ഹാബുൽ കഹ്ഫിലെ നായയാണ്. 10 ജീവികൾ സ്വർഗത്തിലുണ്ട്. വഅലമു ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ്. അതിലൊരു ജീവി അസ്ഹാബുൽ കഹ്ഫിലെ ഈ നായയാണ്. വഅലമു ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ്. ഈ നായ ചെയ്ത പണി, നായ ഹജ്ജിന് പോയിട്ടില്ല, ഉംറക്ക് പോയിട്ടില്ല, ഇതുപോലെ ഉറൂസ് സംഘടിപ്പിച്ചിട്ടില്ല, വാള് സംഘടിപ്പിച്ചിട്ടില്ല, ഇൽമു സംഘടിപ്പിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഈ മഹാന്മാരെ ഇഷ്ടപ്പെട്ട് അവരുടെ പൊരുത്തം കിട്ടാൻ വേണ്ടി കൂടെ കൂടി എന്നുള്ളതാണ്. അൽഹംദുലില്ലാ, അത് വെറുതാക്കില്ല. അള്ളാഹ് അവരെ സ്വർഗത്തിലേക്ക് നാളെ വിളിക്കുമെന്നാണ്. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞോളൂ. സുലൈമാൻ നബി അലൈഹിസ്സലാം വലിയ പ്രവാചകനാ, ഈ ലോകം മൊത്തം അടക്കി ഭരിച്ച പ്രവാചകനാണ്. സുലൈമാൻ നബിക്കൊരു സഹായിയായിട്ട് ഒരു മരംകൊത്തി ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, കുട്ടികളൊക്കെ മദ്രസ പാഠകിതാബുകളിൽ അതിന്റെ പേര് പഠിക്കുന്നുണ്ട്. ഹുദുഹുദ് എന്ന പേരുള്ള ഒരു മരംകൊത്തി സുലൈമാൻ നബി അലൈഹിസ്സലാം. സുലൈമാൻ നബിക്ക് ഒരു മരംകൊത്തി ഉണ്ടായിരുന്നു. ആ മരംകൊത്തിക്ക് വേറെ ഒരു പണിയില്ല. സുലൈമാൻ നബി പറയുമ്പോ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്ന ഒരു മരംകൊത്തി. ആ മരംകൊത്തിയും സ്വർഗത്തിലാണ്. വഅലമു ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം. യൂനുസ് നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകനാ, മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ട പ്രവാചകനാണ്. നിനോവ എന്ന് പറയുന്ന, ശരിക്കും ശ്രദ്ധിക്കണേ, നിനോവ എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്കാണ് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി അള്ളാഹു നിയോഗിച്ചത്. അള്ളാഹ് നിയോഗിച്ചു. പക്ഷേ അള്ളാഹുവിന്റെ കൽപ്പന വരുന്നതിന് മുമ്പ് യൂനുസ് നബി തൊട്ടടുത്ത നാട്ടിലേക്ക് പോകാൻ വേണ്ടി കപ്പൽ കയറിയപ്പോ ചരിത്രം വിശാലാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, സന്ദേശം മാത്രമേ പറയുന്നുള്ളൂ. ആ കപ്പലിൽ കയറിയപ്പോ കപ്പലിലെ കപ്പിത്താൻ അവര് ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ആളുകളായിരുന്നു. ഈ കപ്പലിൽ നിന്ന് ഒരാളെ പുറത്തേക്ക് ഇട്ടാലേ കപ്പൽ അപകടത്തിൽ പെടാതിരിക്കൂ എന്ന് പറഞ്ഞപ്പോ അവര് നറുക്കിട്ടൂന്നാ ചരിത്രത്തിൽ കാണാം. ചരിത്രത്തിലെ ആദ്യത്തെ നറുക്കിടലതാണ്. അപ്പൊ നറുക്കിട്ട് നോക്കിയപ്പോ ആദ്യം തന്നെ വന്നത് യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ പേരാണ്. യൂനുസ് നബിനെ കടലിലേക്ക് എറിയണം.
അപ്പൊ അവര് പരസ്പരം ചർച്ച ചെയ്തു. അതൊരു മാന്യനായ ശുഭ്രവസ്ത്രധാരിയായ ഒരാളല്ലേ, മൂപ്പരിടണ, ഒരു നല്ല മനുഷ്യനല്ലേ. രണ്ടാമതും നറുക്കിട്ടു, മൂന്നാമതും നറുക്കിട്ടു. ചരിത്രത്തിൽ കാണാം 3 തവണയും യൂനുസ് നബി അലൈഹി ഇസ്ലാമാണ് വന്നത്. അള്ളാന്റെ ഒരു തീരുമാനം നോക്കി. അങ്ങനെ യൂനുസ് നബി അലൈഹിസ്സലാമിനെ അവർ ചേർന്നുകൊണ്ട് കപ്പലിൽ നിന്ന് പുറത്തേക്കിടുകയാണ്. പുറത്തേക്കിട്ട ഉടനെ യൂനുസ് നബി അലൈഹിസ്സലാമിനൊരു മത്സ്യം വയറ്റിനകത്തേക്കാക്കുകയാണ്. ഒരു തിമിംഗലം വിഴുങ്ങുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്, യൂനുസ് നബിയെ വയറ്റിലേക്ക് വഹിച്ചു കൊണ്ടുപോയ ആ മത്സ്യത്തോട് അല്ലാഹു പറയുന്നുണ്ട്, മത്സ്യമേ, എന്റെ യൂനുസാണ്, നിനക്കുള്ള ഭക്ഷണമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ യൂനുസ് നബിയെ 3 മാസം എന്നൊരഭിപ്രായമുണ്ട്, ഒരഭിപ്രായത്തിൽ 40 ദിവസം. പ്രിയപ്പെട്ടവരെ, ഫീ ളുലുമാത്തിൻ സലാസ്, 3 ഇരുളുകളുടെ ഉള്ളില് മഹാനായ നബിയുല്ലാഹി യൂനുസ് നബി അലൈഹിസ്സലാം, രാത്രിയുടെ ഇരുളാണ്, അന്ധകാരമാണ്, സമുദ്രത്തിന്റെ ആഴിയിലെ ഇരുട്ടാണ്, മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉള്ളിലെ ഇരുട്ടാണ്. അങ്ങനെ 3 ഇരുളുകളുടെ ഉള്ളില് യൂനുസ് നബി അലൈഹിസ്സലാം 40 ദിവസത്തോളം കഴിഞ്ഞു. എന്നാൽ അതൊന്നുമല്ല, ചരിത്രം വിശാലാണ്, ഞാൻ അതിലേക്ക് കടക്കില്ല. ആ മത്സ്യവും സ്വർഗത്തിലാണ്. മുഹമ്മദ്. ഇങ്ങനെ കിതാബില് 10 ജീവികൾ എണ്ണിട്ടുണ്ട്. ഞാനത് പറയല് അതിന്റെ സാരാംശം ഊറ്റിക്കൊടുക്കാൻ വേണ്ടി മാത്രം അത് ഓർത്തു എന്നുള്ളൂ. സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഒട്ടകം സ്വർഗത്തിലാണ്. എന്താ ഇവരൊക്കെ ചെയ്തത്? ഈ ജീവികൾ ചെയ്തത് മഹാന്മാരുമായി ചേർന്ന് നിന്നു എന്നുള്ളതാണ്. ഇവിടെ അൽഹംദുലില്ലാഹ്, ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാനുഭാവന്റെ പേരിൽ അൽഹംദുലില്ലാഹ് 10 ദിവസത്തോളം, അതേ കുമ്പടാജ മഖാമുറൂസിൽ 10 ദിവസത്തോളം നമ്മൾ ഇൽമിന്റെ മജ്ലിസ് ഒരുക്കുകയാണ് ഈ മഹാന് വേണ്ടിയിട്ട്. ഈ മഹാന്റെ ഓർമ്മകൾ അങ്ങനെയാണല്ലോ, അവരൊക്കെ ഓർമ്മിക്കപ്പെടാൻ യോഗ്യത നേടി എന്നുള്ളതാണ് അവരുടെ ജീവിതം കൊണ്ട് അവർ ചെയ്തു തീർത്ത ഏറ്റവും വലിയ നന്മ. അള്ളാഹു അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കി തരട്ടെ. ഇനി ഇവർ അള്ളാഹുവിന്റെ പൊരുത്തം നേടിയതുപോലെ നമുക്കും അള്ളാഹുവിന്റെ പൊരുത്തം നേടണം. എല്ലാരും ഒന്ന് ഉറക്കെ ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. നമുക്കും നേടണ്ടേ? അള്ളാന്റെ പൊരുത്തം കിട്ടണം. അതിനു വേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും? അള്ളാന്റെ പൊരുത്തം നമ്മളും ലക്ഷ്യാക്കണം. ഇവർക്ക് അള്ളാന്റെ പൊരുത്തം കിട്ടി, ഇനി നമുക്ക് അള്ളാന്റെ പൊരുത്തം കിട്ടണമെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ലക്ഷ്യം സ്വർഗമോ നരകമോ ആകരുത്. സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാം, ശരിയാണ്. നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് അതിൽ നിന്ന് കാവലിനെ ചോദിക്കാം, നല്ലതാണ്. പക്ഷേ നമ്മുടെ പ്രധാനമായ ലക്ഷ്യം അത് അല്ലാഹുവിന്റെ പൊരുത്തമാകണേ. മഹാനായ നബിയുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം, ഈസാ നബി ഒരു വനാന്തരത്തിലൂടെ കടന്നു പോവുകയാണ്. ഈസാ നബി ഒരു വനത്തിലൂടെ കടന്നു പോകുമ്പോ 3 ആളുകളെ കാണുകയാണ്. ആ 3 ആളുകളും കരഞ്ഞ് 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 അവരുടെ കണ്ണീര് വറ്റിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈസാ നബി അവരുടെ അടുത്തേക്ക് പോയിട്ട് ചോദിച്ചു, കൂട്ടരേ, നിങ്ങൾ എന്തിനാണ് കരയുന്നത് കൂട്ടരേ? അപ്പോൾ അവര് പ്രതിവചനം മറുപടി നൽകുകയാണ്, ഈസാ നബിയേ, ഞങ്ങള് പേടിച്ചിട്ടാണ് ഈസാ നബിയെ കരയുന്നത്. നരകമോർത്തുകൊണ്ട്, നരകത്തിന്റെ തീയോർത്തുകൊണ്ട്, നരകത്തിലെ അദാബ് ഓർത്തുകൊണ്ട് കരയുകയാണ്. ഈസാ നബി അവരെ കണ്ടപ്പോ വല്ലാതെ സങ്കടപ്പെട്ടു പോയി. ഈസാ നബി അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദുആ ചെയ്തു കൊടുക്കുകയാണ്. യോ അല്ലാഹ്, ഇത്രമേൽ നിന്റെ നരകമോർത്തുകൊണ്ട്, നിന്റെ നരകത്തിന്റെ തീയിന്റെ ചൂടോർത്തുകൊണ്ട് റബ്ബേ, നിനക്ക് മുന്നിൽ കരയുന്ന ഈ പാപങ്ങളെ നീ സംരക്ഷിക്കണേ അല്ലാഹ്. ഈസാ നബി നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് ദുആ ചെയ്തുകൊണ്ട് ഈസാ പ്രവാചകൻ അലൈഹിസ്സലാം നടക്കുകയാണ്.
വീണ്ടും മൂന്നാളുകളെ കാണുകയാണ്. നേരത്തെ കണ്ട ആളുകളെക്കാൾ കരഞ്ഞ് 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 അവരുടെ കണ്ണീര് വറ്റിയിട്ടുണ്ട്. ഈസാ നബി അവരോട് ചോദിച്ചു, കൂട്ടരെ നിങ്ങൾ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവര് പറഞ്ഞു, ഈസാ നബിയേ, ഞങ്ങള് സ്വർഗം കേട്ടിട്ടുണ്ട്, ഇഞ്ചീലിൽ നിന്ന് സ്വർഗത്തെ പറ്റി പഠിച്ചിട്ടുണ്ട്, അങ്ങ് പഠിപ്പിച്ചു തന്ന സ്വർഗമില്ലേ, സുഖങ്ങളുടെ കേന്ദ്രമായ സ്വർഗമില്ലേ, ഓ സ്വർഗം എനിക്ക് കിട്ടൂലേ, സ്വർഗത്തിന്റെ അവകാശികളിൽ ഞങ്ങൾ പെടൂലേ എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ്, സ്വർഗം കിട്ടൂലേ എന്ന് പേടിച്ചിട്ട് ഞങ്ങള് കരയണത് എന്ന് പറഞ്ഞു. ആദ്യത്തെ ആൾക്കാർ എന്തിനാ കരയണത്? നരകം പേടിച്ചിട്ട്. രണ്ടാമത്തെ കൂട്ടരോ സ്വർഗം കിട്ടൂലേന്ന് ഭയപ്പെട്ട്. രണ്ടും നമ്മൾ ചെയ്യലുള്ളതാ, ചെയ്യണം. നരകമോർത്തിട്ട് കരഞ്ഞാൽ നരകത്തെ ഓർത്ത് കരഞ്ഞ കണ്ണുനീർ തുള്ളിയുണ്ടെങ്കിൽ അവന് നരകം ഹറാമാണ് എന്നാണ്, നരകത്തിൽ അവൻ പ്രവേശിക്കൂല. മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ നരകം പേടിച്ച് കരഞ്ഞവരെ കണ്ടു, സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ട് കരയുന്നവരുടെ അടുത്ത് പോയിട്ട് അവരെ ചേർത്തണച്ചു കൂട്ടിയിട്ട് മഹാനായ നബിയുല്ലാഹി റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ദുആ ചെയ്തു കൊടുത്തു. അല്ലാഹ്, നീ ഇവർക്ക് സ്വർഗം കൊടുക്കണേ, നിന്റെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് കരഞ്ഞവരാ, നിന്റെ സ്വർഗത്തിലെത്താൻ കൊതിച്ചവരാ, നീ അവർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാഹ്. അവരാമീൻ പറഞ്ഞു. അപ്പൊ ഈസാ നബിക്ക് ഒരു സംശയം, പടച്ചോനെ ആദ്യം കണ്ടോരാണോ രണ്ടാമത് കണ്ടോരാണോ ഇതിലേറ്റവും നീയുമായി അടുത്തത് റബ്ബേ, ഞാൻ ഇവരിൽ ആരെ കൂടെയാണ് സഹവസിക്കേണ്ടത് എന്ന് ചിന്തിച്ചു റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. രണ്ടും നല്ലവരാണ്. അങ്ങനെ യാത്ര തുടർന്നു. ആ ചിന്തയുമായിട്ടാണ് യാത്ര തുടർന്നത്. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാം മൂന്നാളുകളെ കാണുകയാണ്. ഈ മൂന്നാളുകളുടെ അവസ്ഥ എന്താണ്? അവരും കരഞ്ഞ് ക്ഷീണിച്ചുകൊണ്ട് അസ്ഥിപഞ്ജരം പോലെ മെലിഞ്ഞൊട്ടിയിട്ടുണ്ട്. അവരുടെ കണ്ണുകളിൽ നിന്നൊക്കെ ഇറച്ചി പോലും ദുരുമ്പിച്ചു പോയിട്ടുണ്ട്. ചാലിട്ടൊഴുകുന്ന കണ്ണുനീർ തുള്ളികൾ ചാലിട്ടുകൊണ്ട് രണ്ട് പാടായിട്ടുണ്ട് അവരുടെ മുഖത്ത്. ഇത് കണ്ടപ്പോ മനുഷ്യരോട് ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, കൂട്ടരെ നിങ്ങൾ എന്തിനാ ഇത്രമാത്രം ഇടങ്ങറായി കരയുന്നത് എന്ന് ചോദിച്ചു ഈസാ നബി അലൈഹിസ്സലാം. നേരത്തെ കണ്ട രണ്ട് വിഭാഗത്തെക്കാൾ അവർ ശരീരം വല്ലാതെ ശോഷിച്ചിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഹൃദയത്തെ ചിന്തിപ്പിക്കേണ്ട, ത്രസിപ്പിക്കേണ്ടുന്ന ഒരു മറുപടി അവർ പറഞ്ഞത്. ഈസാ നബിയേ, ഞങ്ങൾ അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടൂലേ എന്ന് കൊതിച്ചുകൊണ്ടാണ് കരയുന്നത്, ആഗ്രഹിച്ചുകൊണ്ടാണ്, പേടിച്ചുകൊണ്ടാണ് കരയുന്നത്. ഉടനെ വഹിയിറങ്ങി. ഹളറത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് ഈസാ പ്രവാചകൻ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഈസാ നബിയേ, നിങ്ങൾ സഹവസിക്കേണ്ടത് അവരുടെ കൂടെയാണ്. ഞാൻ ഏറ്റവും അടുത്തത്, എന്റെ സാമീപ്യമുള്ളത് അവരുമായിട്ടാണ്. അതുകൊണ്ട് ഈസാ നബിയേ, നരകമോർത്ത് കരഞ്ഞവരല്ല, സ്വർഗമാഗ്രഹിച്ച് കരഞ്ഞവരല്ല, എന്റെ പൊരുത്തം ഉദ്ദേശിക്കുന്നവരുടെ കൂടെയാ ഞാനുള്ളതെന്ന് അല്ലാഹു ഈസാ നബി അലൈഹിസ്സലാമിന് വഹി അറിയിച്ചു കൊടുത്തു. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ നമ്മൾ അവരുടെ പോലെ അള്ളാന്റെ പൊരുത്തം കിട്ടാൻ നമ്മൾ ഒന്നാമത് ചെയ്യേണ്ടത് എന്താ? അള്ളാന്റെ പൊരുത്തം ലക്ഷ്യമാക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത് അള്ളാന്റെ പൊരുത്തം കിട്ടാൻ, ഔലിയായിനെ പോലെ അള്ളാന്റെ പൊരുത്തം കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് തഖ്വയുള്ളവരാകണേ. നോമ്പിന്റെ മാസം കടന്നു പോയില്ലേ പ്രിയപ്പെട്ടവരെ?
നോമ്പ് കഴിഞ്ഞു പോയി, റമളാൻ കടന്നു പോയില്ലേ? റമളാനില് എല്ലാവർക്കും അറിയുന്ന സൂറത്ത്, എല്ലാവർക്കും അറിയുന്ന ആയത്തിന്റെ അവസാനത്തിൽ കണ്ടില്ലേ? യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു എന്ന് തുടങ്ങുന്ന ആയത്തിന്റെ അവസാനം ലഅല്ലകും തത്തഖൂൻ, തഖ്വയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത് എന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. തഖ്വ എന്നുള്ളത് വളരെ പ്രധാനമാണ്. അള്ളാന്റെ ഹബീബ് പറഞ്ഞു അത്തഖ്വ ഹാഹുന, തഖ്വ ഇവിടെയാണെന്ന് മുഹമ്മദ് മുസ്തഫ. എന്താണ് തഖ്വ എന്ന് വളരെ പെട്ടെന്ന് എന്റെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളുടെ കാതുകളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊക്കെ വളരെ ആത്മാർത്ഥമായി കേൾക്കണം. മറ്റു എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച്, മറ്റു ചിന്തകളൊക്കെ മാറ്റിവെച്ച്, സമയം നേരം വൈകുന്നുണ്ട് എന്നുള്ള ചിന്ത, എനിക്കാണെങ്കിൽ ട്രെയിന് മിസ്സാവോ എന്നുള്ള ചിന്ത ഒക്കെ മാറ്റിവെച്ചാളെ തഖ്വ എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ഉണ്ടാകാൻ ഒരൊറ്റ സംഭവം ഞാൻ പറഞ്ഞുതരാം. ഇൻഷാ അല്ലാഹ് ഇത് നിങ്ങളുടെ എന്റെയും ഹൃദയത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം. ഓൺലൈനായി കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി ഒരു സംഭവം പറഞ്ഞുതരട്ടെ. എന്നാ ഒരു 3 സ്ഥലത്തൊന്ന് ഉറക്കെ ചൊല്ലി ഈ മഹാന്റെ ഹദ്റത്തിൽ നിന്ന് സല്ലല്ലാഹു അലാ അൽഹംദുലില്ലാ. അള്ളാഹു നമ്മൾ ചൊല്ലിയ സ്വലാത്ത് അവന്റെ ഹബീബിന്റെ തിരുഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ആ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളുടെ ജീവിതം നീ റാഹത്തിലാക്കി തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ പൊരുത്തം നീ നൽകണേ അല്ലാഹ്. അവന്റെ തഖ്വ കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അപ്പൊ ഞാൻ ഈ പറയുന്ന സംഭവം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആരോടെങ്കിലും ഒരാളോട് പറഞ്ഞു കൊടുക്കണം എന്നുള്ള നിയത്തിൽ കേൾക്കണം. കാരണം ഇത് മനസ്സിന് പരിവർത്തനം ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. റെഡിയല്ലേ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, പ്രിയപ്പെട്ടവരെ തർളിയത്ത് ചൊല്ലണേ. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങള്. മഹാനുഭാവൻ ഒരു യാത്ര നടത്തുകയാണ്. ഹൃദയം കൊണ്ട് കേൾക്കണേ, കാതുകൾ തുറന്നു വെച്ച് കേൾക്കണേ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ഒരു കാട്ടിലൂടെ, വനാന്തരത്തിലൂടെ ഒരു യാത്ര നടത്തുകയാണ്. ഒരു വലിയ കുന്നൻ പ്രദേശത്തുകൂടെ ആ മഹാനുഭാവൻ നടന്നു പോകുന്നത്. ഒരു മലഞ്ചെരുവാണ്. മനസ്സിലിങ്ങനെ കണ്ടു നോക്കൂ, ഒരു മലഞ്ചെരുവ്. 100 കണക്കിന് ആടുകളുള്ള ഒരു ആട്ടിടയൻ, ഒരു ആട്ടിൻകൂട്ടം, ഒരാട്ടിടയൻ. ഒരുപാട് ആടുണ്ട്, ഒരു ആട്ടിടയനുണ്ട്, ഷെപ്പേർഡ് ഉണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങള് ആട്ടിടയന്റെ അടുത്തേക്ക് പോയിട്ട് ചോദിച്ചു, സഹോദരാ, നീ ഈ ആട്ടിൻകൂട്ടത്തിലെ ഒരു ആടിനെ ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു, ഈ തടിച്ച ആടുണ്ടല്ലോ, ശരീരമൊക്കെ നന്നായി മാംസളമായ ശരീരമുള്ള, രോമാവൃതമായ ശരീരമുള്ള, അകിടൊക്കെ നന്നായി വീർത്ത ഈ ആടിനെ നീ എനിക്ക് വിൽക്കുമോ? എന്താ ചോദിച്ചത്? കുറെ ആടുണ്ട്, ഒരാടിനെ ചൂണ്ടിട്ട് പറഞ്ഞെന്ത്, ഈ ആടിനെ എനിക്ക് വിൽക്കുമോ? അപ്പൊ ആട്ടിടയൻ പറഞ്ഞ മറുപടി ശരിക്കും ശ്രദ്ധിക്കണേ. ആട്ടിടയൻ പറഞ്ഞു മറുപടി നല്ല തെക്കുള്ള മറുപടിയാണ്. ആട്ടിടയൻ പറഞ്ഞു, ഞാനൊരു അടിമയാണ്, എനിക്കൊരു മുതലാളി, ബോസ്, യജമാനൻ വേറെ ഉണ്ട്, അതുകൊണ്ട് തന്നെ എനിക്കത് വിൽക്കാൻ പറ്റില്ല, ഈ ആട് മൊത്തം മുതലാളിയുടേതാണെന്ന് പറഞ്ഞു. നല്ല മറുപടിയാ. ഫിഖ്ഹിലുണ്ട്, മുആമലാത്ത് പഠിപ്പിക്കുന്നുണ്ട്, മിൽക്കില്ലാത്ത സാധനം വിൽക്കാൻ പറ്റൂല എന്ന് ഉസ്താദ്മാർക്ക് മനസ്സിലാവും. എന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് എന്റെ ഈ ഫോണ് എനിക്ക് കച്ചവടം ചെയ്യാം, നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ ഈ ഫോൺ എനിക്ക് എന്ത് ചെയ്യാം, കച്ചവടം ചെയ്യാം. നേരെ മറിച്ച് ഈ മൈക്ക് എനിക്ക് കച്ചവടം ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. ഈ ഫ്ലാസ്ക് എനിക്ക് കച്ചവടം ചെയ്യാൻ പറ്റുമോ? ഇല്ല.
അത് ആരതൊക്കെയാണല്ലോ. മിൽക്കില്ലാത്ത സാധനം കച്ചവടം ചെയ്യാൻ പറ്റൂല. അപ്പോൾ നല്ല തഖ്വയുള്ള മറുപടിയാണ്. അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങളുടെ മനസ്സിന് വല്ലാത്ത സന്തോഷം വരികയാണ്. ഒരാട്ടിടയന്റെ തഖ്വയോർത്തുകൊണ്ട്. രണ്ടാമത് അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ അയാളുടെ തഖ്വ പരിശോധിച്ചു നോക്കാൻ, തഖ്വ എത്രമാത്രമുണ്ട് എന്ന് നോക്കാൻ ഒന്നുകൂടി ചോദിക്കുകയാണ്. സഹോദരാ, നിങ്ങൾ ഈ ആടിനെ എനിക്ക് വിറ്റോളൂ, ഞാൻ നിങ്ങൾക്ക് നല്ല ദീനാറ് തരാം. ഈ ഒരാടിനെ നിങ്ങൾ എനിക്ക് വിറ്റാല് ഈ നാട്ടില് 10 ആടിന് കിട്ടുന്ന ദീനാറ് ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങള് ആരോടാ ചോദിച്ചത്? ആട്ടിടയനോട് ചോദിച്ചു. നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, വീട്ടിൽ പോയിട്ട് യജമാനനോട് പറഞ്ഞാൽ മതി, ഈ 100 ആടിൽ 1 ആടല്ലേ എനിക്ക് വിറ്റിട്ടുള്ളൂ, ആ ആടിനെ ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ആടിനിപ്പോ 100 കണക്കിന് ആടുണ്ട്, വലിയ കാടാണ്. ഒരു ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞാൽ ആരായാലും വിശ്വസിക്കുമല്ലോ. ഉടനെ ആ ആട്ടിടയൻ ഒന്ന് മൗനമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ട ഉമ്മമാരെ, കാതു തുറന്നു വെക്കണേ. അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങളുടെ മുന്നില് മൗനമായിട്ട് ആ ആട്ടിടയൻ നിൽക്കുകയാണ്. അയാള് മൗനമായി ചിന്തിച്ചു. അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ എന്റെ വീട്ടിലേക്ക് പോയാൽ യജമാനനോട് പറയാമല്ലോ, 1 ആടിനെ ചെന്നായ പിടിച്ചു എന്ന് പറയാം. മാത്രമല്ല എനിക്ക് നല്ല സമ്പത്തും കിട്ടുമല്ലോ. അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങളോട് തുറന്ന് പറയുകയാണ്, തങ്ങളെ നിങ്ങൾ പറഞ്ഞത് ശരിയാ, ഞാൻ അങ്ങനെ ചെയ്യാം. എങ്ങനെ? വീട്ടിലേക്ക് പോയാല് മുതലാളിയോട് ആടിനെ ചെന്നായ പിടിച്ചു എന്ന് പറയാം. മാത്രല്ല എനിക്ക് നിങ്ങൾ നല്ല സമ്പത്തും തരും. പക്ഷേ തങ്ങളെ, എന്നെ സദാ കണ്ടുകൊണ്ടിരിക്കുന്ന, എന്റെ അനക്ക അടക്ക പ്രവണതകൾ അറിയുന്ന, ഞാനൊന്ന് എന്റെ മനസ്സിൽ ചിന്തിച്ചാൽ എന്റെ ചിന്തയിലൊന്ന് അങ്കുരിച്ച ചിന്തകളെ അറിയുന്ന, ഞാനൊന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ ആ നോട്ടത്തിന്റെ ഉന്നമറിയുന്ന, എന്റെ മനസ്സിലെ ചിന്തകളെ അറിയുന്ന, മറിഞ്ഞ കാര്യങ്ങൾ മറഞ്ഞ കാര്യങ്ങളെ അറിയുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാണുന്നില്ല തങ്ങളെ. അതുകൊണ്ട് അല്ലാഹുവിനോട് എന്താ പറയാ? നിങ്ങൾക്ക് മനസ്സിലായോ? മുതലാളിയോട് ചെന്നായ പിടിച്ചു എന്ന് പറയാം, എനിക്ക് നല്ല സമ്പത്തും കിട്ടും. പക്ഷേ എന്നെ സദാ കണ്ടുകൊണ്ടിരിക്കുന്ന റബ്ബുണ്ടല്ലോ, എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അള്ളയുണ്ടല്ലോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ഞാൻ എന്താ പറയാ തങ്ങളെ? ഒന്ന് ചിന്തിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ. നമ്മളിങ്ങനെ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ സ്ക്രോള് ചെയ്യുമ്പോ ചിലപ്പോ അനാവശ്യമായ ഒരു വീഡിയോ വന്നു, പെട്ടെന്ന് ഭാര്യ വന്നിട്ട് ചോദിച്ചു, എന്താ മനുഷ്യങ്ങൾ ഈ കാണുന്നത്? അല്ല, അതിങ്ങനെ തോണ്ടിയപ്പോ വന്നാണെന്ന് നമുക്ക് ഭാര്യയോട് പറയാം. പക്ഷെ അല്ലാഹുവിനോട് എന്താ പറയാ? നമ്മൾ ചെയ്യുന്ന തെറ്റൊക്കെ മറ്റുള്ളവരോട് ന്യായീകരിക്കാം. അയൽവാസിയെ പല വിഷയങ്ങളിലും ഉപദ്രവിച്ചിട്ട് പലത് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ന്യായീകരിക്കാം. കുടുംബത്തിൽ പല വിഷയങ്ങൾ ഉണ്ടാവുമ്പോഴും നമ്മുടെ തെറ്റുകളെ ന്യായീകരിക്കാം. പക്ഷേ അല്ലാഹുവിനോട് എന്താണ് പ്രിയപ്പെട്ടവരെ പറയാ? ഇതാണ് തഖ്വ. അള്ളാഹു നമുക്ക് തഖ്വയെ പ്രദാനം ചെയ്യട്ടെ. പടച്ചോൻ നമ്മളെ കാണുന്നുണ്ട് എന്നുള്ള ഒരു ബോധം. പടച്ചോനെ പേടി എന്നൊക്കെ ഞങ്ങളെ മലപ്പുറം ജില്ലയിൽ പറയും. പടച്ചോനൊരു പേടി, തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കാനും നന്മയോട് ചേർന്ന് നിൽക്കാനുമുള്ള ആ ഒരു പേടിക്കാണ് തഖ്വ എന്ന് പറയുക. അല്ലാഹുവേ, നീ ഞങ്ങളെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. രണ്ടാമതാണ് തഖ്വ ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടും. മൂന്നാമത് അള്ളാന്റെ പൊരുത്തം കിട്ടാൻ, അള്ളാഹുവിലേക്ക് അടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം എന്തെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. ദിക്റുൽ മൗത്ത്, മരണചിന്തയെ അധികരിപ്പിക്കുക. വഅലമു ഉമ്മത്ത സയ്യിദിന മുഹമ്മദ്,
മരണചിന്ത അധികരിച്ചാൽ അള്ളാഹുമായിട്ട് വളരെ പെട്ടെന്ന് അടുക്കാം. നമ്മൾ ഒരു ദിവസം ഇവിടെ ശ്രദ്ധിക്കണേ, ഒരു ദിവസം 7 തവണയാണത്രേ അസ്രായീൽ അലൈഹിസ്സലാം ഉമ്മത്ത് മുഹമ്മദിന്റെ അല്ലെങ്കിൽ ആദം സന്തതികളുടെ അടുത്ത് വന്നു പോകുന്നത് എന്നാണ്. എത്ര തവണ? 7 വട്ടം അസ്രായീൽ വന്നിട്ടുണ്ട്. എപ്പോഴൊക്കെ വന്നത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാ? ഇന്ന് 7 തവണ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്, എന്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ചിലപ്പോ ട്രെയിനിൽ ഇരിക്കുമ്പോഴാവും അസ്രായീൽ വന്നു നോക്കിയത്. സഹോദരിമാരെ, നിങ്ങൾ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോഴാണോ അതോ മറ്റുള്ളവരെ ഈബത്തോ നമീമത്തോ പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുമ്പോഴാണോ അതോ മൊബൈലിലൂടെ സിനിമ കാണുമ്പോഴാണോ അസ്രായീൽ എത്തിയത് എന്ന് ഞാൻ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. 7 തവണയാണത്രേ അസ്രായീൽ നമ്മുടെ അടുത്ത്. അവരുടെ കയ്യിൽ ഒരു പ്രതീകാത്മകമായ ഒരു ഡയറി ഉണ്ട് അസ്രായീലിന്റെ കയ്യിൽ. നമ്മുടെ ഒക്കെ ഡേറ്റ് ഓഫ് ബർത്ത്, അതില് നമ്മുടെ ഒക്കെ മരണത്തിന്റെ തീയതിയും സെക്കൻഡും ഒക്കെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, നമുക്കൊക്കെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് അനുഗ്രഹിക്കട്ടെ. പണ്ട് കാലത്ത് സുലൈമാൻ നബിയുടെ കാലത്തൊക്കെ അസ്രായീലിനെ ഇങ്ങനെ കാണാമായിരുന്നു. കിതാബുകളിൽ പല സന്ദർഭത്തിലും അസ്രായീലിനെ കണ്ടുമുട്ടിയതായിട്ട്, സുലൈമാൻ നബിയുടെ കാലത്ത് കണ്ടുമുട്ടിയതായിട്ടൊക്കെ കിതാബുകളിൽ കാണാൻ കഴിയും. ഒരു ചരിത്രത്തിൽ ഇങ്ങനെ കാണാം, സുലൈമാൻ നബി ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ മുന്നിൽ, നേരെ മുന്നിൽ, ശരിക്കും ശ്രദ്ധിച്ചോളി, നേരെ മുന്നിലിരിക്കുന്ന ആള്, അയാളെ നോക്കി അസ്രായീൽ ഒന്നുകൊണ്ട് കടന്നു വന്നിട്ട് സദസ്സിലേക്ക് വന്നിട്ട് അയാളൊന്നും ഇങ്ങനെ നോക്കി. അപ്പൊ അയാളൊന്ന് ബേജാറായി. കാരണം അസ്രായീലിനെ കണ്ട ആരാലും ബേജാറാവൂലേ? പറയുമ്പോ തന്നെ നമുക്ക് പേടിയാ. അങ്ങനെ അസ്രായീൽ അലൈഹിസ്സലാം വന്ന് നോക്കിയപ്പോൾ അയാളാകെ ബേജാറായിട്ട് മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാമിന്റെ അടുത്തേ കൂടി പോയി പറഞ്ഞു, സുലൈമാൻ നബിയേ, ഞാൻ വല്ലാതെ പേടിക്കുന്നു സുലൈമാൻ നബിയെ, എനിക്ക് ബേജാറാണ്. അസ്രായീല് നമ്മുടെ മജ്ലിസിലേക്ക് വന്നിട്ട് എന്നെ മാത്രമാ നോക്കിയത് സുലൈമാൻ നബിയെ, അതുകൊണ്ട് എനിക്ക് പേടിയാകുന്നു സുലൈമാൻ നബിയെ, എന്നെ അങ്ങ് ദൂരെ, അങ്ങകലെ എവിടെയെങ്കിലും കൊണ്ടുപോയാക്കണേ സുലൈമാൻ നബിയെ. ദൂരെ എവിടെയെങ്കിലും കൊണ്ടാക്കാൻ പറഞ്ഞു. അപ്പൊ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ നമുക്കറിയാലോ, പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വലി സുലൈമാന റീഹ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സുലൈമാൻ നബിക്ക് കാറ്റായിരുന്നു വാഹനം എന്നാണ്. അങ്ങനെ സുലൈമാൻ നബി ആ മനുഷ്യനോട് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, കാറ്റിനെ വിളിച്ചിട്ട് കാറ്റിനോട് അയാളെ കൊണ്ടുപോകാൻ പറയുകയാണ്. എന്നിട്ടോ അങ്ങകലെ പലസ്തീനിൽ നിന്ന്, പലസ്തീനിലെ ജെറുസലേമിൽ നിന്ന്, സുലൈമാൻ നബിയുടെ മജ്ലിസിൽ നിന്ന് ഇന്ത്യയിലേക്ക് കാറ്റയാളെ വഹിച്ചു കൊണ്ടുപോവുകയാണ്. ഇന്ത്യയിലുള്ള ഒരു വലിയ പർവ്വത ഗിരിശൃംഗത്തിന്റെ മുകളില് ഒരു ഗുഹാമുഖത്ത് കാറ്റയാളെ കൊണ്ടുപോയി ഇടുകയാണ്. അയാൾ എവിടെ കൊണ്ടുപോയിട്ട്? ഇന്ത്യയിലെ ഒരു പർവ്വതത്തിന്റെ മുകളിൽ. അയാൾ ആ ഗുഹയിൽ കയറിയിട്ട് ദിക്റ് ചെല്ലാൻ തുടങ്ങി, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്. അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. പിന്നെ കാലങ്ങൾ കടന്നുപോയി, കാലം കഥ പറഞ്ഞ് കടന്നുപോയി. സുലൈമാൻ നബി അലൈഹിസ്സലാം പിന്നീട് ഒരു സമയത്ത് അസ്രായീലിനെ കാണുക. അസ്രായീലിനെ കണ്ടുമുട്ടിയപ്പോ ചോദിച്ചു മഹാനുഭാവൻ, നീ എന്റെ സദസ്സിൽ വന്നിട്ട് എന്റെ അടുത്ത് നിന്ന് ഇൽമു പഠിക്കുന്ന, എന്റെ മജ്ലിസിലിരിക്കുന്ന ആളുകളെ പേടിപ്പിക്കുന്നുണ്ടോ അസ്രായീലേ എന്ന് ചോദിച്ചു. ഇല്ലല്ലോ നബിയെ, ഞാൻ അങ്ങനെ ചെയ്യാറില്ലല്ലോ. അല്ല, എന്നാൾ അങ്ങനെ ഒരു മജ്ലിസിൽ ഒരാളെ ഞാൻ എന്നിട്ട് അയാളെ ഇന്ത്യയിൽ കൊണ്ടുപോയി ആക്കിയിരുന്നു. അയാളെ നിങ്ങളെ കണ്ടപ്പോ ബേജാറായിട്ട്. അപ്പോഴാണ് അസ്രായീൽ പറഞ്ഞത്, സുലൈമാൻ നബിയേ, നിങ്ങൾ അന്നത്തെ കാര്യമാണോ പറയുന്നത് നബിയേ? അന്ന് ഞാൻ ആ മജ്ലിസിലേക്ക് അത്ഭുതം കൂറിക്കൊണ്ട് വന്നതാണ്, ആശ്ചര്യഭരിതനായി വന്നതാണ്. എന്താണ് കാരണമെന്നറിയുമോ? സുലൈമാൻ നബിയെ, അള്ളാഹു എന്നോട് ആ മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ 5 നിമിഷങ്ങൾക്ക് ശേഷം, ഒരു വിനാഴിക പിന്നിട്ടതിന് ശേഷം ആ മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ
ഇന്ത്യയിൽ വെച്ചുകൊണ്ടാണ് കൽപ്പിച്ചത്. ഒരു വിനാഴിക നേരം കഴിഞ്ഞാൽ ഇന്ത്യയിൽ പോയിട്ട് റൂഹ് പിടിക്കേണ്ട മനുഷ്യനുണ്ട്. ജെറുസലേമിൽ ഇരുന്നിട്ട് അങ്ങയുടെ മജ്‌ലിസിൽ ഇരുന്നിട്ട് ഇൽമു കേൾക്കുന്നു മഹാനായ സുലൈമാൻ നബിയെ. ഇത് കണ്ടപ്പോ ഞാൻ ആകെ ആശ്ചര്യപരിതായി, ആകെ അന്താളിഫൈഡ് ആയി പോയി, അന്താളിച്ചു പോയി. അതുകൊണ്ടാണ് ഞാൻ അയാളെ ഇങ്ങനെ നോക്കിയതല്ലാതെ അയാളെ പേടിപ്പിച്ചതല്ല എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അതൊന്നും ചിന്തിച്ചു നോക്കൂ. അസ്രായീൽ അങ്ങനെ ഇന്ത്യയിൽ പോയിട്ട് ആ പർവ്വത ഗിരിശൃംഗത്തിന്റെ മുകളിൽ പോയി നോക്കുമ്പോ അവിടെ ആരിയ്ക്കുന്നുണ്ട്? ഈ മനുഷ്യൻ അവിടെ ഇരിക്കുന്നുണ്ട്. അതാണ് എപ്പോഴാ ഇസ്രായേൽ വരിക എന്ന് പറയാൻ പറ്റില്ല. ഏത് സമയത്താ, ഏത് സെക്കൻഡിലാ. നമ്മളിപ്പോ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണോ ഇവിടുന്ന് ഞാൻ എന്റെ വീട്ടിലേക്ക് എത്താൻ ഇൻഷാ അല്ലാഹ് വെസ്റ്റ് കോസ്റ്റ് ട്രെയിൻ കിട്ടുകയാണെങ്കിൽ ഒരു 4 മണിക്ക് എന്റെ വീട്ടിലെത്താം. നിങ്ങൾക്കൊക്കെ ഇവിടുന്ന് പിരിഞ്ഞു പോയാല് 10 മിനിറ്റ് കൊണ്ട് വീട്ടിലെത്താവുന്ന ആളുകളുണ്ട് അല്ലെ? 1 കിലോമീറ്റർ ചുറ്റളവിലായിരിക്കും നിങ്ങളൊക്കെ വീട് ഉണ്ടാവുക. 5 മിനിറ്റ് കൊണ്ട് എത്താം, 15 മിനിറ്റ് കൊണ്ട് എത്താം. പക്ഷേ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എനിക്കും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും പരലോകത്തെത്താൻ ഒരു സെക്കൻഡ് പോലും വേണ്ട. നിങ്ങൾ എപ്പോഴെങ്കിലും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളിങ്ങനെ പറയാൻ കുറെ വിടലൊക്കെ പറയും, പക്ഷെ ഞാനും നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു സമയത്ത് എന്റെയോ നിങ്ങളുടെയോ റൂഹ് പോയാൽ എന്താവുക അവസ്ഥ? അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഹബീബായ നബിതങ്ങൾ മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണെന്ന് ഉറക്ക സ്വലാത്ത് ചൊല്ലണേ. ഈ മഹാന്റെ ഹദ്റത്തിൽ നിന്ന് അങ്ങകലെ മദീന മുനവ്വറയുടെ കസ്തൂരി മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. പോരാ, ബദറിന്റെ നായകനെ മുഹമ്മദ് മുസ്തഫ, ഉഹദിലെ പോരാളിയെ മുഹമ്മദ് മുസ്തഫ. ഹബീബായ നബി തങ്ങളുടെ ഹദ്റത്തിലേക്ക് സ്വലാത്തിന്റെ സല്യൂട്ട് സമർപ്പിക്കണേ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അതുകൊണ്ട് മരണചിന്ത ഉണ്ടായാൽ അത് അള്ളാഹുവിലേക്കുള്ള അടുപ്പമാണ്. മഹാനായ ഇമാം ഗസാലി തങ്ങൾ വലിയ പണ്ഡിതനാ, എത്രയോ ആയിരക്കണക്കിന് കിതാബുകൾ രചിച്ച മഹാനാണ്. ഗസാലി ഇമാം തന്റെ വീട്ടിൽ നിന്നൊരു ദിവസം ഇറങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, കാത് കൂർപ്പിച്ച് കേൾക്കണേ. ഗസാലി ഇമാം ഇറങ്ങുമ്പോ ഒരു മന്ത്രോച്ചാരണം പോലെ, ഒരു ദിക്ർ പോലെ ഉറക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടാണ് പോകുന്നത്. ഒരു മരണമുണ്ട്, ഒരു മരണമുണ്ട്, ഒരു മരണമുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു വർത്താനം, ഒരു മരണമുണ്ട്, ഒരു മരണമുണ്ട്, ഒരു മരണമുണ്ട്. അങ്ങനെ ഗസാലി ഇമാം ഈ മന്ത്രോച്ചാരണം പോലെ ദിക്ർ പോലെ ഇതിങ്ങനെ പറഞ്ഞിട്ടാണ് പോകുന്നത്. ഉടനെ അയൽവാസിയായ ഒരാള് ഗസാലി ഇമാമിന്റെ പുറകിൽ കൂടുകയാണ്. കാരണം ഗസാലി ഇമാം വിശ്രുതനായ പണ്ഡിതനാണ്, വിശ്വോത്തരനായ ഗ്രന്ഥകാരനാണ്. ഈ മഹാനായ ഉസ്താദിന്റെ പിന്നാലെ പോയിട്ടൊരു ജനാസയിൽ പങ്കെടുത്താൽ അത് വെറുതാവൂല. ഈ ഉസ്താദ് പങ്കെടുക്കാൻ മാത്രമുള്ള ജനാസയാണെങ്കിൽ അത് വലിയ ആരെങ്കിലും ആയിരിക്കും മരിച്ചിട്ടുണ്ടാവുക എന്ന് കരുതിയിട്ട് ഗസാലി ഇമാമിന്റെ പുറകിൽ ഇങ്ങനെ കൂടിയെന്ന് മാത്രല്ല, നേരെ മരിച്ച വീട്ടിലേക്കല്ല പോണത് ഗസാലി ഇമാം. നേരെ പോയത് എവിടേക്കാന്നറിയോ? ആ നാട്ടിലെ ജുമാഅത്ത് പള്ളിയിലേക്ക്. ജുമാഅത്ത് പള്ളി പോയിന്ന് മാത്രല്ല, അവിടെ പോയിട്ട് ഒതുണ്ടാക്കി 2 റക്അത്ത് നിസ്കരിച്ചു. അതിപ്പോ നമ്മൾ ചെയ്യലുണ്ട്. ചിലപ്പോ മയ്യത്ത് വരാൻ വേണ്ടി നമ്മള് വലിയ ഉസ്താദന്മാരൊക്കെ വന്നാ പള്ളിക്ക് നേരെ പോകും, ചിലപ്പോ വീട്ടിൽ പോകില്ല. അങ്ങനെ ഗസാലി ഇമാം ഒതുണ്ടാക്കിയിട്ട് 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. സലാം വീട്ടി വീണ്ടും 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് സലാം വീട്ടുകയാണ്. അങ്ങനെ നിസ്കാരത്തിന്റെ ഒരു പരമ്പര തന്നെ ഒരുപാട് വഖത്ത് നിസ്കരിക്കുകയാണ് മഹാനായ ഗസാലി. ഇങ്ങനെ നിസ്കരിക്കുന്ന ബാക്കിൽ ആരുണ്ട്? അയൽവാസിയായ മനുഷ്യനുണ്ട്. അയാളിപ്പോ നിസ്കാരം നിർത്തുന്നുള്ള ഒരു കണക്കൂട്ടലാണ് ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷെ ഗസാലി ഇമാം നിസ്കാരം നിർത്തുന്നില്ല.
കുറെ നേരം മണിക്കൂറുകളോളം നിസ്കരിച്ചു. പിന്നെ അതാ പരിശുദ്ധ ഖുർആൻ എടുത്തു വെച്ചോതുകയാണ്. അലിഫ് ലാം മീം. സൂറത്തുൽ ബഖറയിലൂടെ ഇങ്ങനെ ഓതിപ്പോയി, ആലിംറാനെത്തി, സൂറത്തുൽ നിസായിലൂടെ ഇങ്ങനെ കടന്നുപോയി. എത്രയോ മണിക്കൂറുകൾ ഓതുകയാണ്. അപ്പോഴും അയാള് കാത്തുനിന്നു. ശ്രദ്ധിക്കണേ, അങ്ങനെ ഖുർആൻ അടക്കി വെച്ചിട്ട് വീണ്ടും അതാ തസ്ബീഹിന്റെ മാല എടുത്തിട്ട് ദിക്ർ ചൊല്ലുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതൊക്കെ പുറകുവശത്ത് നിന്നിട്ട് അയാള് കാണുന്നുണ്ട്. അയാളുടെ ക്ഷമ നശിക്കുകയാണ്. അവസാനം അയാള് എല്ലാ അദബും കീപ്പ് ചെയ്തുകൊണ്ട് ഗസാലി ഇമാമിന്റെ അടുത്തേക്ക് പോയിട്ട് തട്ടി വിളിക്കുകയാ, മഹാനായ തങ്ങളെ, ഉസ്താദ് അവറുകളെ. ഉസ്താദേ, നിങ്ങളല്ലേ പറഞ്ഞത് ഒരു മരണം ഉണ്ട് എന്ന്, നമുക്ക് മരിച്ചോടുത്ത് പോണ്ടേ, ജനാസ എപ്പോഴാ മയ്യത്ത് എപ്പോഴാ വരികയെന്ന് ചോദിച്ചു. അപ്പോഴാണ് നമ്മുടെയൊക്കെ മനസ്സിനെ ചിന്തിപ്പിക്കുന്ന, ത്രസിപ്പിക്കുന്ന രീതിയിൽ ഗസാലി ഇമാമിന്റെ മറുപടി വന്നത്. ഗസാലി ഇമാം ചോദിച്ചു, മോനെ, ആര് മരിച്ചെന്നാ ഈ പറയണത്? അല്ല ഉസ്താദല്ലേ പറഞ്ഞത്, വരുമ്പോ ഒരു മരണുണ്ട്, ഒരു മരണുണ്ട്. ആ, ഞാനങ്ങനെ പറഞ്ഞിരുന്നു. അപ്പൊ ആരാ മരിച്ചത് ഉസ്താദെ? ആ, അതുകൊണ്ടാണ് ഈന്റെ പിന്നാലെ കൂടിയത്. മോനെ, അത് ഞാൻ എന്റെ കൽബിനോട്, എന്റെ റൂഹിനോട് പറഞ്ഞതാണ്. ഒരു മരണമുണ്ട്, ഒരു മരണുണ്ട്, ഒരു മരണുണ്ട്. ഇടയ്ക്ക് നമ്മളും പറഞ്ഞു നോക്കണം, ഒരു മരണുണ്ട്. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ള പറയുന്നുണ്ട്, ഞാനൊരു ലുക്കുമത്ത് ഭക്ഷണം കഴിച്ചിട്ടില്ല, മുഹമ്മദ് ഒരു പിടി ഭക്ഷണം കഴിച്ചിട്ടില്ല. അതെന്റെ വായിലൂടെ അന്നനാളത്തിലൂടെ ആമാശയത്തിലേക്ക് ഇറങ്ങുമെന്ന ഉറപ്പില്ലാതെ ഒരു പിടി ഭക്ഷണം കഴിക്കുമ്പോഴേക്ക് അള്ളാന്റെ റസൂല് മരണത്തെ പറ്റി ചിന്തിക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഞാനൊരു ചുവട് വെച്ചിട്ട് അടുത്ത ചുവട് വെക്കുന്നതിന് മുമ്പ് ചിന്തിക്കാറുണ്ട്, അടുത്ത ചുവട് വെക്കാൻ ഞാൻ ഇവിടെ ഈ ലോകത്തുണ്ടാകുമോ എന്ന് ചിന്തിക്കാറുണ്ടെന്ന് ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ. വെള്ളമുള്ളടത്തുനിന്ന് അള്ളാന്റെ റസൂല് ഒതുടുക്കാൻ വേണ്ടി വെള്ളമുള്ളടത്തേക്ക് പോകുമ്പോ അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ തയമം ചെയ്യാറുണ്ട് എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. കാരണം വെള്ളമുള്ളടത്തേക്ക് എത്തുന്നതിന് മുമ്പ് മരിച്ചു പോയാലോ ഞാൻ ശുദ്ധിയുള്ളവനായി മരണപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്ന് ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ എന്ത്, മൂന്നാമത് ഞാൻ അള്ളാഹുമായി അടുക്കാൻ എന്നോട് നിങ്ങളോട് ഓർമ്മിപ്പിച്ചത് ദിക്റുൽ മൗത്ത്, മരണചിന്ത ഉണ്ടാവണം. 24 മണിക്കൂറിൽ ഒരു മിനിറ്റെങ്കിലും മരിക്കണമല്ലോ എന്ന് ചിന്തിക്കണേ പ്രിയപ്പെട്ടവരെ. ഈ മഹാന്റെ ഹദറത്തിൽ വന്നവരെ, ഒരു 7 തവണയെങ്കിലും ഒരു ദിവസം മരിക്കണമെന്ന് ചിന്തിച്ചില്ലെങ്കിൽ പോട്ടെ, ഒരു 3 വട്ടമെങ്കിലും മരിക്കണമല്ലോ എന്നൊരു ദിവസം ചിന്തിച്ചില്ലെങ്കിൽ നമ്മുടെ ഗതി അപകടത്തിലാണ്. മരണചിന്തയുള്ളവൻ ശുഹദാക്കളുടെ കൂടെയാണെന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ തൊട്ട് ഉദ്ധരിക്കുന്നുണ്ട്. ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതാണ് മൂന്നാമത്തത്. ഇൻഷാ അല്ലാഹ് ഒരു 2 കാര്യങ്ങൾ കൂടി അള്ളാഹുമായി അടുക്കാനുള്ളത് പറഞ്ഞുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കാം. ഒരു 3 സ്വലാത്ത് കൂടി എല്ലാവരും ഉറക്കെ. അള്ളാന്റെ ഹബീബിന്റെ തിരുഹളറത്തിലെ ആ പച്ചക്കുബ്ബ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട്, ആ ബദറിന്റെ നായകന്റെ ഹൃദയത്തിൽ ആ പച്ചക്കുബ്ബ ലക്ഷ്യം വെച്ചുകൊണ്ടൊരു 3 സ്വലാത്ത് ഉറക്കെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ സ്വലാത്ത് കബൂലാക്കട്ടെ. നിങ്ങൾക്ക് പറയണത് മനസ്സിലാവണില്ലേ? ഇല്ലേ? പറയണത് മനസ്സിലായില്ലേ? വലിയ പ്രശ്നമാണ്. നിങ്ങൾക്ക് ഭാഷ തിരിയണുണ്ടല്ലോ അല്ലെ? മംഗലാപുരം ഭാഗത്തൊക്കെ പോയാൽ ചിലത് അവർക്ക് നമ്മളതും നമുക്ക് അവരതും തിരിയാൻ കുറച്ച് പാടാം. അള്ളാഹു കബൂലാക്കട്ടെ. പണ്ട് ഞങ്ങളെ നാട്ടിൽ നിന്ന്, എന്റെ നാട് പൊന്നാനിയാണ്. പൊന്നാനി കേട്ടില്ലേ നിങ്ങള്? പൊന്നാനി അറിയില്ലേ?
പൊന്നാനി ഇൽമു കൊണ്ട് നമ്മുടെ കേരളക്കരയെ പൊന്നാക്കിയ നാടാണ്. സൈനുദ്ദീൻ മഖ്ദൂമിന്റെ നാടാണ് പൊന്നാനി. അവിടുന്ന് രണ്ടാളുകൾ ഇവിടെ തഞ്ചാവൂര്, തമിഴ്നാട്ടില് തഞ്ചാവൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. നിങ്ങൾ കേട്ടുക്കണ? തഞ്ചാവൂർ ഡിസ്ട്രിക്ട് നിങ്ങളെല്ലാം കേട്ടുക്കണല്ലോ. അൽഹംദുലില്ലാഹ്, അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ തഞ്ചാവൂർ അതിരാപട്ടണത്താണ് എന്റെ ഉസ്താദ് റഹ്മാനി ഉസ്താദൊക്കെ പഠിച്ച റഹ്മാനിയ അറബി കോളേജ് ഉള്ളത്. അവിടേക്ക് എന്റെ പൊന്നാനിയിലുള്ള രണ്ടാളുകൾ ഒരിക്കൽ പോയിരുന്നു. ഒരു ചൊവ്വാലിട്ടാണ് പോയത്, റമളാനിലല്ല. ഒരു ട്രെയിനിൽ ഉള്ള യാത്രയാണ്. പൊന്നാനി കുറ്റിപ്പുറത്തുനിന്ന് കയറി ട്രെയിൻ ഇവിടെ തഞ്ചാവൂർ എത്തണം. അപ്പൊ ഒരുപാട് മണിക്കൂറുകൾ കഴിഞ്ഞാലേ എത്തുള്ളൂ. അപ്പൊ ഇവർക്ക് നന്നായി വിശന്നാ നമ്മൾ ചിലപ്പോ ട്രെയിനിൽ നിന്നൊന്നും കഴിക്കൂല. കാരണം ട്രെയിനിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചാല് വയറ് മോശമാവും അല്ലേ? ട്രെയിനിലത്തെ ഫുഡ് അത്ര നല്ല ഫുഡല്ല. ഇവിടെ വന്നപ്പോ അൽഹംദുലില്ലാ നല്ല ഭക്ഷണം, വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് ഇവിടുന്ന്. എന്താണ് ആ വീട്ടുകാരന്റെ പേര്? സുലൈമാൻക്ക്. ആ വീട്ടുകാരൻ നൽകിയത് അള്ളാഹു അവിടുത്തെ കുടുംബത്തിൽ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. വിഭവസമൃദ്ധമായ ഭക്ഷണം, ഞങ്ങളുടെ പൊന്നാനി പോലും കിട്ടാത്ത അത്രയും മാധുര്യമുള്ള ഇളനീരൊക്കെ തന്നു. അള്ളാഹു അവർക്ക്, ആ കുടുംബത്തിന് അതിന്റെ എല്ലാവിധ ബറക്കത്തുകളും നൽകട്ടെ. അവിടുത്തെ കുഞ്ഞു മക്കൾക്ക് അള്ളാഹു സ്വാലിഹത്തായ മക്കളാക്കി അള്ളാഹു മാറ്റട്ടെ എന്ന് ദുആ ചെയ്യണം. അപ്പൊ ഇവരെന്ത് ചെയ്തു? തഞ്ചാവൂര് ഇറങ്ങി അതിരാപട്ടണത്തേക്ക് പോകുമ്പോ നല്ല വിശപ്പുണ്ടായിരുന്നു. ട്രെയിനിൽ നിന്നൊന്നും കഴിച്ചിട്ടില്ല. അവര് ഇറങ്ങിയ പാട് വിശപ്പിന്റെ ഉക്കൊണ്ട് എന്ത് ചെയ്തു? തൊട്ടടുത്ത് കണ്ടൊരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി. അപ്പൊ ആ ഹോട്ടലിലാണെങ്കിൽ തമിഴന്മാര് മാത്രമേ ഉള്ളൂ. ഇവർക്കാണെങ്കിൽ തമിഴ് വല്ലാണ്ട് അറിയില്ല, നമ്മളെ പോലെ തന്നെ. അപ്പൊ ഇവര് നല്ല വിശപ്പിന്റെ ഉക്കൊണ്ട് ഒരു തമ്പിയാണ് വന്നത്. ഒരു അണ്ണൻ വന്നു, എന്താ വേണ്ടത് സാർന്ന് ചോദിച്ചു. അപ്പൊ ഇവര് പറഞ്ഞു, എന്താ സ്പെഷ്യൽ എന്നാ ഉള്ളതെന്ന് ചോദിച്ചു. അപ്പൊ അവരവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് ഇവർക്ക് സാമ്പാർ സാധം, തൈർ സാധം, അതൊക്കെ പറഞ്ഞു. ഇവർക്കൊന്നും മനസ്സിലാവണില്ല. അപ്പൊ ഒരാള് കൂട്ടത്തിൽ കുറച്ചൊക്കെ അറിയുന്ന ആള് ചോദിച്ചു, സ്പെഷ്യൽ എന്നാ ഇരിക്ക തമ്പി എന്ന് ചോദിച്ചു. അപ്പൊ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഇരിക്ക, മട്ടൻ ബിരിയാണി ഇരിക്ക, പെരിക്കാൻ ബിരിയാണി ഇരിക്കാന്ന് പറഞ്ഞു. അപ്പൊ ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി ഒക്കെ നമുക്ക് അറിയാലോ. അപ്പൊ ഇവര് പെരിക്കാൻ ബിരിയാണി എന്താണ് ഇവർക്ക് എന്ത് ചെയ്തില്ല, മനസ്സിലായില്ല. ഇവര് മലയാളികളാണല്ലോ. അപ്പൊ ഇവരിങ്ങനെ വീട്ടിൽ പോയിട്ട് ഇനി ഭാര്യനോട് ബടായി വിട്ട് കൊടുക്കാലോ, എന്ത് പെരിക്കാൻ ബിരിയാണി കഴിച്ചതൊന്നും തള്ളി കൊടുക്കാലോ എന്ന് കരുതിയിട്ട് 2 പെരിക്കാൻ ബിരിയാണി പുറത്തേന്ന് പറഞ്ഞു. അങ്ങനെ ഇവര് പെരിക്കാൻ ബിരിയാണിക്ക് കുറെ നേരം വെയിറ്റ് ചെയ്തിരുന്നു. ഉള്ള വെള്ളമൊക്കെ കുടിച്ച് കുറെ കഴിഞ്ഞപ്പോ വെയിറ്റർ 2 പെരിക്കാൻ ബിരിയാണി കൊടുന്നു വെച്ചു. നല്ല ചൂടുണ്ട്, അതിൽ നിന്ന് ഇങ്ങനെ ആവി പറക്കുന്നുണ്ട്. അപ്പൊ അവരിങ്ങനെ ചൂട് കൊടുക്കാൻ ആദ്യം തന്നെ ഇറച്ചിയിൽ പിടിച്ചിട്ട് പുതിയ ഇറച്ചി എന്തെങ്കിലും ആവുന്ന കരുതിയിട്ട് അതൊന്ന് പൊട്ടിച്ച് തിന്നാൻ നോക്കിയപ്പോ അതൊരു തരം ഒരു പുളിച്ചൂരും, നമ്മളെ കുട്ടികൾ തന്നെ പബ്ലിക്കൻ പോലെ ഒരു വലിയനും ഉണ്ട്, റബ്ബർ പോലെ വലിയനും ഉണ്ട്, ഒരു പുളിച്ചൂരും ഉണ്ട്. അപ്പൊ അവർക്കണ്ട് ഇറക്കാൻ പറ്റണില്ല. തമ്പി തന്നെ സാധനം എന്ന് ചോദിച്ചു. സാർ ഇത് പെരുക്കാൻ ബിരിയാണി ரொம்ப സ്പെഷ്യൽ എന്ന് പറഞ്ഞു. അത് പെരുക്കാന്ന് പറഞ്ഞാ എന്താ മോനെന്ന് ചോദിച്ചു. അവസാനം അയാള് പറഞ്ഞു, സാർ അത് വന്ന് പെരുക്കാന്ന് இந்த ஊர்ல പെരുക്കാന്ന് சொல்லு, അത് വന്ന് കേരളാവില് പെരിച്ചാഴി എന്ന് ചൊല്ലുന്ന. പെരിച്ചാഴി എന്താന്ന് അറിയില്ലേ? അപ്പൊ നിങ്ങൾക്ക് പറയണത് മനസ്സിലാവേണ്ടത് മനസ്സിലായി. കുറെ ആൾക്കാർ ചിരിക്കുന്നുണ്ട്. അള്ളാഹു കബൂലാക്കട്ടെ. അപ്പൊ ഭാഷ അറിയില്ലെങ്കിൽ വലിയ വിഷയമാണ്. എനിക്കിന്റെ ഭാഷ മനസ്സിലാവണില്ലേ? അള്ളാഹു കബൂലാക്കട്ടെ. എല്ലാവരും ഒന്ന് കൈ ഉയർത്തു. നമുക്ക് അള്ളാഹു മദീനയോടുള്ള പ്രണയം നൽകട്ടെ. ഇനി അള്ളാഹുവിലേക്ക് അടുക്കാൻ ഹബീബിനെ പ്രണയിക്കണേ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. പോരാ ഉറക്കെ, സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. ഹബീബിനെ പ്രണയിച്ചാൽ അത് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള കാരണമാണ്. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മഹാന്മാരെ പോലെയുള്ള ഔലിയാക്കളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്ക്. മസ്താന്മാരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്ക്. വലിയ വലിയ പണ്ഡിതന്മാരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്ക്. അവരൊക്കെ അള്ളാഹുവിലേക്ക് അടുത്തതിന്റെ വസീല, അതിലേക്കുള്ള പാത ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അബൂബക്കർ സിദ്ദീഖ് ആയത് അത് ഹബീബിനെ കൊണ്ടാണ്.
അതേ ഉക്കാൽ ചന്തയിൽ ഗുസ്തി യുദ്ധം നടത്തിയിരുന്ന, മൽപിടുത്തം നടത്തിയിരുന്ന അതേ മല്ലന്മാരുമായി അടിച്ചു വീഴ്ത്തിയിട്ട് ഇനി ആരുണ്ടടാ എന്ന് ചോദിച്ചിരുന്ന ഉമറുൽ ഫാറൂഖ്, ഖത്താബിന്റെ മകൻ ഉമറുൽ ഫാറൂഖ് ഇബ്നുൽ ഖത്താബായി മാറിയത് ആരെക്കൊണ്ടാണ്? മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകനെ നമ്മൾ പ്രണയിക്കണേ. ഹബീബിനോടുള്ള സ്വലാത്ത് ചൊല്ലി 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 ഹബീബിന്റെ മദീനയിലെത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിന്റെ മാതൃകകളാ ഔലിയാക്കള്, അതിന്റെ മാതൃകകളാ സഹാബത്ത്. നിങ്ങൾ എത്ര ചരിത്രം കേട്ടതാ, എത്രയോ ഉസ്താദുമാരുടെ വാളിൽ കേട്ടതല്ലേ. മഹദിയായ ഉമ്മു അമ്മാറ റളിയല്ലാഹു തആല അൻഹയെ കേട്ടിട്ടില്ലേ? ഉഹുദിന്റെ രണാങ്കണം നിങ്ങൾക്കറിയാം. ബദർ വല്ലാത്ത വിജയമായിരുന്നെങ്കിൽ ഉഹുദ് ഒരു വേള പരാജയപ്പെട്ടു പോയ യുദ്ധമാണ്. പിന്നീട് തിരിച്ചു വന്നെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ മുൻപല്ല് ഷഹീദായ യുദ്ധമാണ് ഉഹുദ്. ഉഹുദ് യുദ്ധത്തിന്റെ രണാങ്കണം നിങ്ങൾക്കറിയില്ലേ പ്രിയപ്പെട്ടവരെ? ഈ മഹാന്റെ ചാരത്തിരുന്നു കൊണ്ട് റസൂലുള്ളാഹിയുടെ മദീന മനസ്സിൽ വെച്ചുകൊണ്ട് കേൾക്കണേ. ഉമ്മു അമ്മാറ ഉഹുദിന്റെ രണാങ്കണത്തിലാണ്. അതേ പ്രിയപ്പെട്ടവരെ, സഹാബത്ത് ജബലുർ റുമാത്തിൽ കുറച്ചു സഹാബിമാരെ നിർത്തിയിട്ട് അവരോട് പറഞ്ഞു, റസൂലുള്ള ഒരു നേതാവ് പറഞ്ഞെന്ത്, യുദ്ധം കഴിഞ്ഞിട്ടല്ലാതെ നിങ്ങൾ ഇറങ്ങി വരരുത് എന്ന്. ചരിത്രം വിശാല, ഞാൻ അതിലേക്ക് കടക്കല്ല. പക്ഷേ ഗനീമത്ത് വീതം വെക്കുന്നത് കണ്ടപ്പോ ചില സഹാബിമാർ ഇറങ്ങി വന്നു. അന്ന് ശത്രുപക്ഷത്തുണ്ടായിരുന്ന ഖാലിദ് ഇബ്നു വലീദ് അത് കണ്ടെത്തുകയും അങ്ങനെ ആ വശത്തുകൂടെ പരിശുദ്ധമായ ദീനിന്റെ സഹാബത്തിനെ ആക്രമിക്കാൻ, ഹബീബിനെ ആക്രമിക്കാൻ അമ്പെയ്ത്തിൽ വിദഗ്ധരായ ചില ആളുകൾ കടന്നു വന്നപ്പോ സഹാബത്ത് ചെതറിയ സമയമാണ്, പലരും മാറിപ്പോയ സമയമാണ്, യുദ്ധം കഴിഞ്ഞു എന്ന് ചിന്തിച്ച സമയമാണ്. സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന് പ്രൊട്ടക്ഷൻ നൽകാൻ റസൂലുള്ളാഹിയുടെ ശരീരത്തിലെ കമ്പുകൾ പാഞ്ഞെടുക്കുമ്പോ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, കാതു തുറക്കണേ, ഹൃദയം തുറന്ന് വെച്ച് കേൾക്കണേ. അപ്പോഴതാ ഉമ്മു അമ്മാറ ബീവി ഓടി വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിലേക്ക് അമ്പ് വരുമ്പോ ഉഹുദിന്റെ രണാങ്കണത്തില്, ചെഞ്ചായമണിഞ്ഞ ആ രണാങ്കണത്തില് തന്റെ ശരീരം റസൂലുള്ളാഹിക്ക് പ്രൊട്ടക്ഷൻ ആയിട്ട് ഡിഫെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ശരീരം ഒരു കവചം പോലെ ശരീരം ഇങ്ങനെ വിടർത്തി നിന്നു മഹദിയായ ഉമ്മു അമ്മാറ റളിയല്ലാഹു തആല അൻഹ. ഈ മഹാൻ ഇഷ്ടാവും റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്നത്. ഞാനിത് ഇവിടെ പറയാൻ ഉദ്ദേശിച്ചതല്ല. പക്ഷെ അവരുടെ അവിടെ ദുആ ചെയ്യുമ്പോൾ ഞാൻ മനസ്സിൽ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് നിങ്ങളുടെ ഹദറത്താണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ കൊണ്ട് പറയിക്കണേന്ന്. അപ്പൊ അവർക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് കേൾക്കാൻ ഇഷ്ടം ഉണ്ടാവും. അതുകൊണ്ടാവും ഈ മുത്തഅല്ലിമിന്റെ നാവിലൂടെ ഇന്ന് ഈ സ്വലാത്തിന് വേണ്ടിയിട്ട് ഹബീബിന്റെ മദ്ഹ് അള്ളാഹു പറയിച്ചത്. അള്ളാഹു ആ മഹാന്റെ ഗുരുത്വവും പൊരുത്തവും നമുക്ക് തരട്ടെ. അങ്ങനെ ഉമ്മു അമ്മാറ ശരീരം കൊണ്ട് പ്രതിരോധിക്കുകയാണ്. ചിന്തിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ, ചരിത്രം സ്തംഭിച്ചു പോകുന്ന അനുഭവമാക്കിയ ഉമ്മു അമ്മാറ മഹദി അവറുകള് പറയാണ്, മോനെ നീ ഉമ്മാനെ പിടിക്കല്ലടാ, നീ ഉമ്മാനെ പിടിക്കല്ലേ, ഉമ്മാനെ നോക്കണ്ട, നീ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംരക്ഷിക്ക് മുത്തേ എന്ന് പറഞ്ഞു ഉമ്മു അമ്മാറയുടെ മകനോട് ഉമ്മു അമ്മാറ. അങ്ങനെയാണ് അവർ ഈ ലോകത്ത് നിന്ന് ഷഹീദായി പോയത്. എന്തേ കാരണം? ഹബീബ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹിയെ ഹൃദയം കൊണ്ട് അങ്ങ് സ്നേഹിച്ചു. ഈ തോള് നഷ്ടപ്പെട്ട, രക്തം വാർന്നൊഴുകിയ ഈ ശരീരവുമായിട്ട് നാളെ വരും, മഹ്ശറിൽ നാളെ വരും ഉമ്മു അമ്മാറ. നബിയെ, എന്റെ ശരീരം ഞാൻ എന്റെ ഹബീബിന് തന്നില്ലയോ എന്ന് ചോദിച്ചിട്ട് നമുക്ക് എന്താ കൊടുക്കാനുള്ളത്? നമുക്ക് എന്താ പ്രിയപ്പെട്ടവരെ കൊടുക്കാനുള്ളത്? മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു, നിങ്ങൾക്കറിയുന്ന ചരിത്രമല്ലേ തൻഈമിന്റെ. അതേ പ്രിയപ്പെട്ടവരെ, ഇന്ന് മസ്ജിദ് ആയിഷ നിൽക്കുന്ന പ്രദേശത്ത്
അവിടെ കഴിവേറ്റുകയാണ് ആരാച്ചാന്മാർ. അതേ, അവര് മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൂക്കിലേറ്റുന്ന സമയത്തല്ലേ ചോദിച്ചത്, ഹുബൈബേ, ആരാച്ചാർ ചോദിക്കാണ്, നീ ഈ തൂക്കുമരത്തിന്റെ മുന്നിൽ നിന്ന് ഞാൻ നിന്നെ സംരക്ഷിക്കാം, രക്ഷപ്പെടുത്താം, പക്ഷെ നീ ഒരു കാര്യം ചിന്തിച്ചാ മതി. എന്താ കാര്യം? ഹബീബ്, നിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഈ തൂക്കുമരത്തിന്റെ മുന്നിൽ എന്ന് നീ ഒന്ന് ചിന്തിച്ചാൽ മതി, എന്നാൽ നിന്നെ ഞാൻ ഒഴിവാക്കാം ഹുബൈബേ എന്ന് പറഞ്ഞപ്പോ മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു, ഞാനും നിങ്ങളുമാണെങ്കിൽ എന്താ ചെയ്യ പ്രിയപ്പെട്ടവരെ, രക്ഷപ്പെടാനുള്ള ഒരു സമയമല്ലേ. പക്ഷേ ഹുബൈബ് റളിയല്ലാഹു അൻഹു ആ തൂക്കുമരത്തിന്റെ മുന്നില്, ആരാച്ചാരുടെ മുന്നില് പ്രവാചക പ്രേമത്തിന്റെ പ്രോജ്വലിക്കുന്ന പ്രഭ വാരി വിതറുകയാണ്. ശത്രുകിങ്കരന്മാരെ, നിങ്ങൾ എന്നെ തൂക്കിലേറ്റിക്കോളൂ, എനിക്ക് ഭയമില്ല, ഭയപ്പാടില്ല. പക്ഷേ എന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു. അള്ളാഹു അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മെ സലാമത്താക്കട്ടെ. അപ്പൊ 4 കാര്യങ്ങളായി ഇപ്പൊ പറഞ്ഞത്. ഇനി ഒരൊറ്റ കാര്യം കൂടി സൂചിപ്പിക്കാം. അള്ളാഹു പറഞ്ഞതൊക്കെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഒന്നുകൂടി പറയാൻ നേരല്ലേ? നേരം വൈകിയോ? ഇല്ല. അള്ളാഹു പറഞ്ഞത് ജീവിതത്തിൽ പകർത്താൻ എനിക്കും നിങ്ങൾക്കും തൗഫീക്ക് നൽകട്ടെ. 5ാമത് മഹാന്മാര് പഠിപ്പിക്കുകയാണ്, വഹ്ഫളുൽ ബുതൂൻ, നിങ്ങൾ നിങ്ങളുടെ വയറിനെ സൂക്ഷിക്കണേ. വയറ്റിലേക്ക് ഹറാമ് ചെന്നാൽ അള്ളാഹുമായി അകലുമെന്നാണ്. ഹലാലും തൊയ്യുബുമായ ഭക്ഷണമാണ് വയറ്റിലേക്ക് ചെല്ലേണ്ടത്. വയറിനെ സൂക്ഷിക്കാനാ ഹബീബ് പഠിപ്പിച്ചത്. വഹ്ഫളുൽ ബുതൂൻ, വയറിനെ സൂക്ഷിക്കാൻ മുസ്തഫ നബി പല സദസ്സിലും പറഞ്ഞിട്ടുണ്ട്. വയറിനെ സൂക്ഷിക്കാന്ന് പറഞ്ഞാല് നമ്മളിങ്ങനെ ചിലപ്പോ കാണാലോ, സുബൈന്റെ മുമ്പൊക്കെ നിന്നിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ ഹൈവേയിലൂടെ നടക്കുന്നുണ്ടാവും വയറ് കുറക്കാൻ വേണ്ടിട്ട്. അങ്ങനെ വയറിനെ സൂക്ഷിക്കാനല്ല. അല്ലെങ്കിൽ ബെൽറ്റ് ഒക്കെ ധരിച്ചിട്ട് വയറ് ചാടുന്നത് കുറയാൻ വേണ്ടി ബെൽറ്റ് ധരിക്കുന്നവരുണ്ടാവും, അതുമല്ല. 6 പാക്കിന് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യുന്നവരുണ്ട്, അങ്ങനെയും വയറിനെ സൂക്ഷിക്കാനല്ല മുത്തുനബി പറഞ്ഞത്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഹ്ഫദുൽ ബുത്തൂൻ, ഹറാം നിന്റെ വയറ്റിലേക്ക് പോകുന്നതിനെ സൂക്ഷിക്കണേ മുഹമ്മദ് മുസ്തഫ. നമ്മളൊക്കെ പുറത്തുപോയി അധ്വാനിക്കുന്ന ആളുകളാണ്. എപ്പോഴെങ്കിലും നമ്മൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോ നീയത്ത് വെക്കണം, എന്നും നീയത്ത് വെക്കണം. എന്ത്? എന്റെ വീട്ടിലേക്ക് എന്റെ മക്കൾക്ക് കൊണ്ടുവരുന്ന അന്നത്തിൽ ഒരു ഫിൽസ് പോലും, ഒരു രൂപ പോലും ഹറാം ഉണ്ടാകില്ല, ഒരു തരി പോലും ഞാൻ എന്റെ മക്കൾക്ക് ഹറാം കൊടുക്കൂല എന്നുള്ള നീയത്തിൽ വേണം നമ്മളൊക്കെ ഇറങ്ങാൻ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഹറാമ് വലിയ വിഷയമാണ്. എന്നതൊക്കെ ഹറാമും ഹലാലും ഒക്കെ കൂടിച്ചേരുന്ന കച്ചവടങ്ങളും മറ്റൊക്കെ ഉള്ള ഒരു കാലഘട്ടമാണ്. ആരൊന്നും ഹലാലൊന്നും ഹറാമൊന്നും നോക്കാത്തൊരു കാലാണ്. ഇത് വളരെ സൂക്ഷ്മത വേണ്ട ഒരു വിഷയമാണ്. മഹാനായ ഈസാ നബി അലൈഹി ഇസ്ലാം, ഞാൻ അവസാനിപ്പിച്ചു. ഈസാ നബി പല മുഅ്ജിസത്തുകളും ഈസാ നബിക്കുണ്ട്. അതിൽപ്പെട്ട വെള്ളപ്പാണ്ട്, കുഷ്ഠം പോലെയുള്ള രോഗങ്ങളൊക്കെ ശിഫയാക്കി കൊടുത്തിരുന്ന ഒരു പ്രവാചകനാണ് ഈസാ നബി അലൈഹി ഇസ്ലാം. അതിൽപ്പെട്ട ഒരു മുഅ്ജിസത്താണ് മരിച്ച ആളുകളെ ജീവിപ്പിക്കാനുള്ള കഴിവ് ആർക്കുണ്ടായിരുന്നു? ഈസാ നബി അലൈഹി ഇസ്ലാമിനുണ്ടായിരുന്നു. അങ്ങനെ ഈസാ നബി ഒരു ഖബറിന്റെ അടുത്ത് കൂടി, എല്ലാ മയ്യത്തിനും ജീവിപ്പിച്ചെന്നല്ല, അപൂർവമായിട്ടൊക്കെ 3ഓ 4ഓ സന്ദർഭത്തിൽ ഈസാ നബി മുഅ്ജിസത്ത് പുറത്തെടുത്തിട്ടുണ്ട്. ഈസാ നബി ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ഖബർ കണ്ടു. ശ്രദ്ധിക്കണേ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം ഒരു ഖബർ കണ്ടപ്പോ കുംബി ഇതിനില്ലാ, ആ മയ്യത്തിനെ എഴുന്നേൽപ്പിക്കുകയാണ്. മയ്യത്ത് എഴുന്നേറ്റിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടോക്കൂ. ഇന്നാണെങ്കിലോ ഇതുപോലെ ലൈവ് ഇടാൻ അവിടെ ആള് പോയിട്ടുണ്ടാകും. ഫേസ്ബുക്കിൽ ലൈവ്, യൂട്യൂബിൽ ലൈവ്, അല്ലേ? നിങ്ങൾ എന്താ പറയണത്? മരിച്ച ഒരാളെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത്ഭുതല്ലേ? അത്ഭുതല്ലേ? നാളെ പൊന്നാനിയിലൊക്കെ അത്ഭുതമാണ്.
വലിയ അത്ഭുതമാണ്. മരിച്ച ആൾ ജീവിക്കാന്ന് പറഞ്ഞാൽ കുറെ ആളുകളൊക്കെ കൂടി, കാരണം വലിയ അത്ഭുതമാണ്. ഈസാ നബി അയാളോട് സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും, സലാം മടക്കി. എന്നിട്ട് ഈസാ നബി അലൈഹിസ്സലാം ആ മയ്യത്തിനോട് സംസാരിക്കുകയാണ്. ആളുകൾ കാതുകൂർപ്പിച്ച് കേൾക്കുമ്പോ ഈസാ നബി അയാളോട് ചോദിച്ചു, സഹോദരാ, അങ്ങയുടെ ഖബറിലെ അവസ്ഥ എന്താണ്? അങ്ങയുടെ ഖബറിലെ അവസ്ഥ എന്താണ്? ഗൾഫിൽ നിന്ന് വന്നപ്പോ ചോദിച്ചതല്ല. നമ്മളുണ്ടാവുമല്ലോ, നാട്ടിൽ നിന്ന് ഒരാൾ ഗൾഫിൽ പോയാല് വീട്ടിലെ അവസ്ഥ എന്താന്നൊക്കെ ചോദിക്കണം. അങ്ങനല്ല, ഖബറിന്റെ ഉള്ളിൽ ബർസഖി ലോകത്തെ അവസ്ഥ എന്താന്നാ ചോദിക്കണം. ആളുകൾ ഇങ്ങനെ ബദ്ധശ്രദ്ധരായിട്ട് കാതുകൂർപ്പിച്ച് അത്ഭുതം മുറ്റി നിൽക്കുന്ന ഒരു സന്ദർഭം. അയാള് പറഞ്ഞു, ഈസാ നബിയേ, 100 കണക്കിന് വർഷം മുമ്പാ ഞാൻ മരിച്ചുപോയത്. നോട്ട് ചെയ്യണേ, ശ്രദ്ധിക്കണേ, 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച മയ്യത്താണ്. ഈസാ നബിയെ, എന്റെ ഖബറിലെ അവസ്ഥയാണോ അങ്ങ് ചോദിക്കുന്നത്? ബർസഖി ലോകത്ത് എല്ലാം നല്ല റാഹത്താണ് ഈസാ നബിയേ, എല്ലാം നല്ല റാഹത്താണ്. പക്ഷേ ഞാൻ അറിയാതെ ചെയ്തു പോയൊരു തെറ്റുണ്ട് ഈസാ നബിയേ. എന്റെ ജീവിതത്തിൽ ഞാൻ അത് വലിയൊരു തെമ്മാടിത്തരമായി ചെയ്തതല്ല, വലിയ ഗൗരവം കൊടുത്ത് ചെയ്തതല്ല, വലിയൊരു തെറ്റാണെന്ന് കരുതി ചെയ്തതല്ല. അങ്ങനെ ഞാൻ നിസാരവൽക്കരിച്ചു കൊണ്ട് ചെയ്തു പോയ ഒരു അമളിയുണ്ട്. അമളിയുടെ പേരിൽ അല്ലാഹു എനിക്ക് തരുന്നൊരു അദാബുണ്ട്, ഒരു നൊമ്പരമുണ്ട് ഖബറിൽ. അതെനിക്ക് സഹിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമാണ് ഈസാ നബിയേ. എന്താ പറഞ്ഞത്? ഒരു തെറ്റ് ഞാൻ അറിയാതെ ചെയ്തു പോയി, വലിയ ഗൗരവത്തിൽ ചെയ്തതല്ല. അതിന്റെ പേരിൽ എനിക്ക് ഖബറിൽ കിട്ടുന്ന ഒരു പ്രയാസം, ഒരു നൊമ്പരമുണ്ട്. അതെനിക്ക് സഹിക്കാൻ പറ്റണില്ല ഈസാ നബിയെ. ആളുകള് കാതുകൂർപ്പിക്കുകയാണ്, എന്തായിരിക്കും അയാൾ ചെയ്തത്? ഈസാ നബി ചോദിച്ചു, സഹോദരാ, എന്താണത്? പറയണേ എന്ന് പറഞ്ഞപ്പോ മയ്യത്ത് അയാളുടെ ചരിത്രം പറയാൻ തുടങ്ങി. മയ്യത്ത് പറഞ്ഞു തുടങ്ങി, ഞാനൊരു മരം വെട്ടുകാരനാണ്. മറ്റുള്ളവരുടെ മരം വെട്ടിയിട്ട് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കലാ എന്റെ പണി എന്ന് പറഞ്ഞു ഈസാ നബിയേ. ഒരിക്കൽ ഞാൻ വേറൊരാളുടെ മരം വെട്ടിയിട്ട് അത് ചന്തയിലേക്ക് വിറക് കെട്ടാക്കിയിട്ട് ഭാണ്ഡമാക്കിയിട്ട് കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് എനിക്ക് വിശന്നു ഈസാ നബിയേ. വിശക്കലൊരു തെറ്റാണോ? അല്ല, നമുക്കൊക്കെ വിശക്കാലോ, തെറ്റല്ല. അപ്പൊ വിശന്നപ്പോ ഞാൻ എന്റെ വീടിന്റെ അടുത്തുകൂടെയാണ് പോയത്. വീട്ടിലെത്തിയപ്പോൾ ഞാൻ ആ ഭാണ്ഡം ഇറക്കി വെച്ചു, വിറക് കെട്ടിറക്കി വെച്ചു. എന്നിട്ട് വീട്ടിൽ ഭാര്യയോട് പറഞ്ഞിട്ട് നല്ല ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിക്കലൊരു തെറ്റാണോ? അല്ല, അതും തെറ്റല്ല. അങ്ങനെ ആള് ഭക്ഷണം കഴിച്ചു. എന്നിട്ട് അയാള് ഈസാ നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്, ഈസാ നബിയേ, ഭക്ഷണം കഴിച്ചപ്പോ എന്റെ വായിൽ വന്നൊരു നികൃഷ്ടത, എന്റെ പല്ലിൽ വന്നൊരു നികൃഷ്ടത. നിങ്ങൾക്കറിയില്ലേ, നമ്മൾ ചിലപ്പോ ഇറച്ചി കഴിച്ചാൽ പല്ലിൽ കുത്തുമല്ലോ. ഇറച്ചി കഴിച്ചാൽ നമ്മളൊന്ന് പല്ലിൽ കുത്തും, വായിലുള്ള നികൃഷ്ടത മാറ്റാൻ വേണ്ടിട്ട്. അങ്ങനെ ഞാൻ ഈസാ നബിയെ ഭക്ഷണം കഴിച്ചപ്പോ എന്റെ വായിൽ വന്നൊരു നികൃഷ്ടത മാറ്റാൻ കൊണ്ടുവന്ന വിറക് കെട്ടിൽ നിന്നൊരു ചെറിയ ആര്, ഒരു ഈർക്കിലിന്റെ അത്ര ഉള്ള ഒരു ആര്. താത്താര് ശരിക്ക് കേട്ടോളിട്ടോ. അയാൾ കഴിഞ്ഞ് പോകുമ്പോ, അല്ലെങ്കിൽ രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോ അപ്പുറത്ത് വീട്ടിലിങ്ങനെ ഒരു ചെടി ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്നുണ്ടാവും റോട്ടിലേക്ക്, നല്ല ഭംഗിയുള്ള പൂവൊക്കെ ഉള്ള. ഇടി നല്ല ചെടിയുടെ നട്ട് പൊട്ടിച്ചിട്ട് എന്ത് ചെയ്യാ, വീട്ടിൽ കൊണ്ടുപോയി വളർത്തുക പറ്റൂല, ഹറാമാണ്. അവിടെ സമ്മതല്ലെങ്കിൽ, പൊരുത്തല്ലെങ്കിൽ. ഇസ്ലാം അതിനൊക്കെ കർശനമായിട്ട് കെട്ടിപ്പൂട്ടിയിട്ടാണ് ഫിഖ്ഹിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അയാളൊരു ഈർക്കിലിന്റെ അത്ര ഒരു കഷ്ണം എടുത്തുകൊണ്ട് അയാള് വായിലെ നികൃഷ്ടത ഒഴിവാക്കുകയാണ്.
ഈസാ നബിയെ അതോ മുതലാളിക്ക് പൊരുത്തമില്ലാത്തതായതുകൊണ്ട് ഈസാ നബിയെ അതയാള് അറിയാത്തത് കൊണ്ട് അള്ളാഹു എനിക്കൊരു വലിയ അദാബല്ല തരുന്നത്, പക്ഷേ എനിക്ക് ഖബറിൽ തരുന്നൊരു നൊമ്പരമുണ്ട് ഈസാ നബിയെ, അതെനിക്ക് സഹിക്കാൻ കഴിയണില്ല ഈസാ നബിയെ. 100 വർഷത്തിലധികം അയാൾ അതുകൊണ്ട് പരീക്ഷിച്ചു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മൾക്ക് എന്ത് ഹലാല് ഹറാം പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ. ഇന്ന് പല കച്ചവടങ്ങളും, ചില കച്ചവടങ്ങളൊന്നും എന്റെ നാട്ടിലൊക്കെ ഉണ്ട്, ഇവിടെ ഉണ്ടാന്നൊക്കെ അറിയില്ലട്ടാ. മൂച്ചി എന്നല്ല പറയാ, മാവ് ഉണ്ടാവണ, മാങ്ങ ഉണ്ടാവണേന് മൂച്ചി എന്ന് പറയില്ല ഇവിടെ. മാവ് ഇവിടെ എന്താ പറയാ മാവ്. ഈ മാവുമുള്ള മാങ്ങ മാത്രം, മാവുമുണ്ടാവുന്ന പൂവ് കണ്ടിട്ട് ആ ഒരു വർഷത്തെ ഒരു കൊല്ലത്തെ മാങ്ങ മൊത്തം കച്ചവടം ചെയ്യുന്ന സമ്പ്രദായമൊക്കെ ഉണ്ട് എന്റെ നാട്ടിൽ. അതൊന്നും ശരിയായ ഒരു കച്ചവടമല്ല. മാങ്ങ കാണണ്ടേ, ആ രീതിയിൽ ഒരുപാട് കച്ചവടങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട്. ഹലാലാണോ ഹറാമാണോ എന്ന് സംശയമുള്ളതൊക്കെ. മഹാനായ കണ്ണിയത്തുസ്താദ്, കണ്ണിയത്തുസ്താദിനെ കേട്ടിട്ടില്ലേ? ഞങ്ങളെ മലപ്പുറം ജില്ലക്കാരനാണ്. കണ്ണിയത്തുസ്താദിനെ കേട്ടിട്ടില്ലേ? അള്ളാഹ് ഇവിടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഇവിടെ കാസർഗോഡ് എവിടെ ദർജ നടത്തിയിട്ടുണ്ട് കണ്ണിയത്തുസ്താദിലെ. അള്ളാഹ് ഇവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. കണ്ണിയത്തുസ്താദ് വാഴക്കാട്, അതേ എടവണ്ണപ്പാറ അടുത്ത് വാഴക്കാടാണ് ഉസ്താദിന്റെ വീട്. എടവണ്ണപ്പാറയിലുള്ളൊരു മുതലാളി മഹാനായ കണ്ണിയത്തുസ്താദിന് ഒരു ഹൗസ് വാമിങ്ങിന് വിളിക്കുകയാണ്. ഒരു കുടിരിക്കലിന് വിളിച്ചു. അള്ളാഹ് അതിനെന്താ ഇവിടെ പറയാ, വീടിരിക്കൽ. ഒരു വീടിരിക്കലിന് വിളിച്ചു. കണ്ണിയത്തുസ്താദ് വളരെ നിർബന്ധിച്ചപ്പോൾ കണ്ണിയത്തുസ്താദ് അയാളുടെ കൂടെ പോയി കൊടുത്തു. അയാളൊരു വലിയ വണ്ടി കൊണ്ടുവന്നിട്ട് കണ്ണിയത്തുസ്താദിനെ കൂട്ടിയിട്ട് എടവണ്ണപ്പാറയുടെ വഴിത്താരകളിലൂടെ തന്റെ വീട് ലക്ഷ്യമാക്കി പായുകയാണ്. കണ്ണിയത്തുസ്താദ് ആ വണ്ടിയിൽ പോയി. വലിയ വണ്ടിയാ. അങ്ങനെ വലിയൊരു രമ്യഹർമ്മം, വലിയൊരു മണിമാളിക പോലെയുള്ളൊരു ഒരു വീട്. ആ വീടിന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി. ഈ വീടാണ് കണ്ണിയത്തുസ്താദ് ഉദ്ഘാടനം ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ കണ്ണിയത്തുസ്താദ് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് ആദ്യം ചോദിച്ചത്, മോനെ ഇതാരെ വീടാന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, എന്റെ വീടാ ഉസ്താദേ. ഇതിന് എത്ര പൈസ ആയി മോനെ, എത്ര ചെലവായി ഇതിന്? ഇത് ഇത്ര ലക്ഷം റുപ്യായി. അന്നത്തെ പൈസ പറഞ്ഞു. മോനെ എനക്കെന്താ പണിന്ന് ചോദിച്ചു. ഞാൻ കുവൈത്തിലാണ് ഉസ്താദേ. കുവൈത്തിൽ എത്ര കൊല്ലായി? 10 കൊല്ലായി എന്ന് പറഞ്ഞു. കണക്ക് പറഞ്ഞു. എത്ര അവിടെ ശമ്പളം? ഇത്ര ദീനാറാന്ന് പറഞ്ഞു. പിന്നെ ഓരോന്നും ചോദിച്ചറിയാം എത്ര കൊല്ലം. എന്നിട്ട് കണ്ണിയത്തുസ്താദ് മനക്കണക്ക് കൂട്ടി നോക്കുക. കണ്ണിയത്തുസ്താദ് കച്ചവടം നടത്തിയെന്നല്ല പണ്ട്. ഒരു മരക്കച്ചവടം നടത്തിയിട്ട് പെട്ടെന്ന് പൂട്ടിപ്പോയി. അതങ്ങനെയാണ്. ഉസ്താദ്മാര് കച്ചവടം ചെയ്താൽ ചിലപ്പോ വിജയിച്ചോളണമെന്നില്ല. കാരണം അതിന്റെ നുക്സാനും ന്യൂനതൊക്കെ എണ്ണി പറഞ്ഞിട്ടേ കണ്ണിയത്തുസ്താദൊക്കെ കച്ചവടം ചെയ്യുള്ളൂ. അങ്ങനെ കണ്ണിയത്തുസ്താദ് ഇങ്ങനെ മനക്കണക്ക് കൂട്ടി നോക്കുകയാണ്. ഇത്ര വർഷം ജോലി എടുത്തു, ഇത്ര ദീനാറ് ശമ്പളം ഉണ്ടെങ്കിൽ ഇത്ര കൊല്ലം പിന്നിട്ട ഇത്ര സംഖ്യ എങ്ങനെ കണക്കൂട്ടിയാലും ഇത്ര ലക്ഷം ഉറുപ്പ്യക്ക് നമുക്ക് എത്തുന്നില്ല. ഇത്ര ലക്ഷം രൂപക്ക് ഈ വീടുണ്ടാക്കാനുള്ള പൈസ ഇയാൾക്ക് എത്തുന്നില്ല. ഉടനെ കണ്ണിയത്തുസ്താദിന്റെ മുഖം വിവരണമായി ചുവന്ന് തുടിക്കാൻ തുടങ്ങുകയാണ്. മൻ ആരല്ലാനെ ഭയപ്പെട്ടോ? ഒരാള് അള്ളാനെ ഭയപ്പെട്ടവൻ എല്ലാ ജീവജാലങ്ങളും ഭയപ്പെടുന്ന കണ്ണിയത്തുസ്താദിന്റെ മുഖം വിവരണമായപ്പോ അയാളും പേടിച്ച് വിറക്കാൻ തുടങ്ങി. വീടിന്റെ മുതലാളി പേടിച്ചു വിറക്കാൻ തുടങ്ങി. ഉടനെ കണ്ണിയത്തുസ്താദ് ക്രോധം പൂണ്ട ശബ്ദത്തോടെ ചോദിച്ചു, നീ അറബിയുടേത് കട്ടിട്ടല്ലടാ ഈ മാളിക ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടല്ലേ ഈ വീടുണ്ടാക്കിയെന്ന് ചോദിച്ചു. നോക്കുമ്പോ മറ്റാള് രണ്ടും ചെയ്തിട്ടുണ്ട്. അറബിനെ പറ്റിച്ചിട്ടുണ്ട്, ലോൺ എടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ട അറബി 5000 രൂപക്ക് എണ്ണടിക്കാൻ തന്ന 3000 രൂപക്ക് എണ്ണടിച്ചിട്ട് 2000 രൂപ പോക്കറ്റ് മണിയായി സൂക്ഷിക്കുന്ന ആളാ. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഈ വീടുണ്ടാക്കിയത്. ഉടനെ ആ സാത്വികനായ മഹാപണ്ഡിതനായ മനുഷ്യൻ പറഞ്ഞു, കണ്ണിയത്തുസ്താദ് പറഞ്ഞു, ഒട്ടിയ വയറ് കാട്ടിക്കൊടുത്തിട്ട് കമീസ് പൊക്കിയിട്ട്
അതേ മെലിഞ്ഞൊട്ടിയ ശരീരത്തിലെ മെലിഞ്ഞൊട്ടിയ വയറ് കാട്ടിയിട്ട് കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു കൊടുക്കുകയാണ്, നാളിന്ന് വരെ കണ്ണിയത്ത് അഹമ്മദിന്റെ വയറ്റിലേക്ക് ഹറാമ് പോയിട്ടില്ല, ഇനി പോവുകയില്ല എന്ന് പറഞ്ഞു മഹാനായ കണ്ണിയത്ത് ഉസ്താദ്. അല്ലാഹു ഒരു ബറക്കത്തുണ്ട് നമ്മുടെ സദസ്സ് കബൂലാക്കട്ടെ. ഹറാമിന്റെ ഒരു ഭക്ഷണത്തിന്റെ ഒരു അംശം പോലും നമ്മുടെ വയറ്റിലേക്ക് എത്താൻ പാടില്ല. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സംശയമുള്ള മുതലാണെന്ന് മനസ്സിലായപ്പോ, ശുബ്ഹത്തിന്റെ മുതലാണെന്ന് മനസ്സിലായപ്പോ വൊമിറ്റ് ചെയ്തു, ഛർദിച്ചു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഛർദിക്കുകയാണ്. അപ്പോ സഹാബത്ത് ഇങ്ങനെ കണ്ടു നിൽക്കുന്നുണ്ട്. വീണ്ടും ഫിക്റടിച്ചു കയറി, ചിന്ത അടിച്ചു കയറി, പടച്ചോനെ ഒരു പക്ഷേ ഹറാമായിരിക്കുമോ ഞാൻ തിന്നത് എന്ന് ചിന്തിച്ചിട്ട് വീണ്ടും ഫിക്ർ കയറിയിട്ട് വൊമിറ്റ് ചെയ്തു, ഛർദിച്ചു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 3 വട്ടം ഛർദിച്ചിട്ട് ശരീരത്തിന്റെ തൊണ്ടയിൽ നിന്ന് രക്തം ഛർദിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. അവസാനം സഹാബത്ത് പറഞ്ഞു പോയി, അബൂബക്കറെ ഇനി അവസാനിപ്പിക്കൂ, അല്ലെങ്കിൽ അങ്ങ് മരിച്ചു പോകുന്നു പറഞ്ഞപ്പോഴാണ് അവസാനിപ്പിച്ചത്. അവരുടെ സൂക്ഷ്മത അങ്ങനെയായിരുന്നു. അള്ളാഹു ഹറാമിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിന്റെ പൊരുത്തവും ഈ മഹാന്റെ ഗുരുത്വവുമുള്ളവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അള്ളാഹ് നമ്മൾ ദുആയിലേക്കും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ കടക്കണം. ഒരു 3 സലാത്ത് കൂടി ഞാൻ അവസാനിപ്പിച്ചു. ഒരു 3 സലാത്ത് ഉറക്കെ മദീന ലക്ഷ്യം വെച്ചുകൊണ്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അല്ലാഹു നമ്മൾ ചൊല്ലിയ സ്വലാത്ത് സ്വീകരിക്കട്ടെ. നമ്മളിപ്പോ എത്ര കാര്യങ്ങൾ അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് ഓർമ്മണ്ട? ഒന്ന്, അള്ളാന്റെ പൊരുത്തം മാത്രം ലക്ഷ്യാക്കുക. 2, തഖ്വയോടുകൂടി ജീവിക്കുക. 3 അള്ളാഹുവിന്റെ ദിക്റുൽ മൗത്ത്, മരണചിന്തയെ കൊണ്ടുവരിക. 4, അള്ളാന്റെ ഹബീബിനെ പ്രണയിക്കുക. 5, നമ്മുടെ വയറൊന്ന് ശ്രദ്ധിക്കുക, ഹറാമിൽ നിന്നൊക്കെ ഒന്ന് വിട്ടുക. ഒരൊറ്റ കാര്യം 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് നേരം വൈകുമോ? ലാസ്റ്റ് അവസാനിപ്പിച്ചു പറയട്ടെ. മാതാപിതാക്കളോടുള്ള ബന്ധം അത് വളരെ പ്രധാനമാണ്. ഹുഖൂഖുൽ വാലിദൈൻ, മാതാവ് പിതാവ്, അത് രണ്ടും വളരെ പ്രധാനമാണ്. ബാബാനീലൽ ജന്ന എന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ, അതേ സ്വർഗത്തിലേക്കുള്ള 2 കവാടങ്ങൾ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സ്വർഗത്തിന്റെ 2 കവാടങ്ങളാണ് പിതാവും മാതാവും. അതേ അള്ളാഹുവിനോടുള്ള കടമകൾ പറഞ്ഞ ഖുർആൻ സൂക്തങ്ങളിൽ ഹബീബിന്റെ ഹദീസുകളിൽ അള്ളാഹിനോടുള്ള കടമ പറഞ്ഞ ഉടനെ മാതാപിതാക്കളോടുള്ള കടമ പറയുകയാണ്. മദ്രസയിൽ പോലും കുഞ്ഞുമക്കൾ പഠിക്കുന്ന ഹദീസില്ലേ, 2ാം ക്ലാസ്സിൽ പോലും പഠിപ്പിക്കുന്നുണ്ട്. അൽ ജന്ന അൽ ജന്ന, സ്വർഗമുണ്ടല്ലോ, സ്വർഗത്തിലെ സുഖ സൗകര്യങ്ങൾ ഉണ്ടല്ലോ. തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, അത് ഉമ്മാന്റെ കാലിന്റെ ചുവട്ടിലാണ്. ഉമ്മാന്റെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗം അള്ളാഹു കൊണ്ടുപോയി വെച്ചത്. അള്ളാഹു മാതാപിതാക്കളെ ബഹുമാനിക്കാനും അവരുടെ പൊരുത്തങ്ങൾ നേടാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അത് വളരെ പ്രധാനമാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇനി നമുക്ക് ഇവിടെ ഇരിക്കുന്നതിൽ കൂടുതൽ പ്രായമുള്ള ആളുകളാണല്ലോ, ഒരു 50-60 പിന്നിട്ട ആളുകൾ. ഒരൊറ്റ നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഞാൻ അവസാനിപ്പിച്ചു, നിർത്തി. നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ ഇന്ന് അണിഞ്ഞതുപോലെ നല്ല വസ്ത്രം അണിയാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഇന്ന് കഴിച്ചതുപോലെ വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു 60-70 പ്രായമുള്ളവരൊന്ന് ചിന്തിച്ചു നോക്കൂ.
കഞ്ഞിക്കലത്തിൽ വറ്റുണ്ടോ എന്ന് കൈയിട്ട് നോക്കിയിട്ട് വറ്റൂറ്റി മക്കൾക്ക് കൊടുത്ത് കഞ്ഞിവെള്ളം ഉപ്പിൽ തൊട്ടുകൂട്ടി മുളകും പിടിച്ചിട്ട് വലിച്ചു കുടിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ നമ്മുടെ മാതാപിതാക്കൾ. ഒന്ന് ചിന്തിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. നമ്മൾ കഴിക്കുന്നത് പോലെ ഇന്ന് എറിഞ്ഞിട്ട കോഴി, കറങ്ങണ കോഴി, എല്ലാ ഭക്ഷണവും ഉണ്ട്. ഒന്നും കഴിക്കാനില്ലാതെ പട്ടിണിയായിരുന്നെങ്കിലും തഖ്വയോടുകൂടി ജീവിച്ചൊരു തലമുറ നമ്മുടെയൊക്കെ പള്ളി ഖബർസ്ഥാനുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അള്ളാഹു അവർക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ അവസാനിപ്പിച്ചു. അള്ളാന്റെ റസൂല് പറയുകയാണ്, 3 ദുആക്ക് മാതാപിതാക്കളുടെ വിഷയം വരുന്നുണ്ട്. ഈ ഒരു ഒറ്റ ഹദീസോടുകൂടി ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, 3 ദുആക്ക് ഉത്തരം മസ്റ്റാണ്. 3 ദുആ മുസ്തജാബു ദഅവാത്താണ്. അത് സ്വീകരിക്കുമെന്നതിൽ തർക്കമില്ലേ മുഹമ്മദ് മുസ്തഫ. സലാസ് ദഅവാത്ത് മുസ്തജാബ. 3 ദുആ അത് ഇജാബത്തുള്ളതാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഒന്നാമത്തെ ദുആ ദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ ദുആയാണ്. ഹജ്ജിനും ഉംറയ്ക്കുമൊക്കെ പോകുന്ന, ഹലാലായ യാത്ര പോകുന്ന, നന്മകളിലേക്കുള്ള യാത്ര പോകുന്ന ആളുകൾ. ഇനി മക്കൾക്ക് അന്നം തേടിയിട്ട് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഉസ്താദ്മാരെ കൊണ്ടൊക്കെ ദ്വാരപ്പിച്ചോളി. പക്ഷെ നിങ്ങൾ ദ്വാരക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ ദുആ അള്ളാഹ് സ്വീകരിക്കുന്ന ദഅവത്തുൽ മുസാഫിർ മുസ്തജാബു ദഅവാത്താണ്. അള്ളാഹു സ്വീകരിക്കുന്ന ദുആയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഇനി GCC രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന ആളുകൾ ഉസ്താദ്മാരെ വിളിച്ച് ദ്വാരക്കണ പതിവുണ്ടേ ചെയ്തോളിയും, കുഴപ്പമൊന്നുമില്ല. നിങ്ങളൊന്ന് ദ്വാരക്കുക. പടച്ചോനെ, ഞാൻ പോകുന്നതിന്റെ ഉദ്ദേശം നീ റാഹത്തിലാക്കി തരണേ എന്നൊക്കെ ദ്വാരക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ വിശദീകരിക്കാം. കാരണം യാത്ര എന്നുള്ളത് ഒരു പ്രയാസം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പെരിച്ചായി ബിരിയാണി കഴിക്കേണ്ടി വന്ന ആളുകളുടെ അവസ്ഥ. യാത്ര ബുദ്ധിമുട്ടാണ്. പല ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടി വരും. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവരുടെ ദുആയാണ്. ഞാൻ ഒരാളെ ആക്രമിച്ചാൽ അയാളാണ് മദ്ലൂം, ആക്രമിക്കപ്പെട്ട ആള്. അയാൾ എനിക്കെതിരായിട്ട് ദ്വാരന്നാൽ അത് അള്ളാഹ് ഉടനെ സ്വീകരിക്കും. സയ്യിദിനാ മുഹമ്മദ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണ്ട, ആരെയും ആക്രമിക്കണ്ട. നാവ് കൊണ്ട്, നമ്മുടെ കൈ കൊണ്ട് ഒരാളെയും ആക്രമിക്കണ്ട. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തതാണ് എന്റെ വിഷയം. ഞാൻ മൈൻഡപ്പ് ചെയ്യുമ്പോ, സംഗ്രഹിക്കുമ്പോ അള്ളാന്റെ റസൂല് തുടരട്ടെ. മൂന്നാമത് അള്ളാന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, ദഅവത്തുൽ വാലിദൈൻ, മാതാപിതാക്കളുടെ ദുആയാണ്. മാതാപിതാക്കളുടെ ദുആയാണ്. പക്ഷെ മക്കൾക്കെതിരായിട്ടുള്ള ദുആ ആണ് പെട്ടെന്ന് അള്ളാഹു സ്വീകരിക്കുക. മക്കൾക്ക് അനുകൂലമായിട്ടുള്ളതല്ല. മക്കൾക്ക് അനുകൂലമായത് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. പക്ഷേ അത് മക്കൾക്കെതിരായിട്ട് ഒരു മാതാപിതാക്കൾ ദ്വയർന്നിട്ടുണ്ടെങ്കിൽ, മാതാവോ പിതാവോ ദ്വയർന്ന ഉടനെ അള്ളാഹു സ്വീകരിക്കുന്ന. അതാണ് ചില കുട്ടികളെ എവിടെ കൊണ്ടാക്കിയാലും നന്നാവാത്തത്. മാതാപിതാക്കളെ എതിരായിട്ട് ദ്വയർന്നിട്ടുണ്ടാവും. മാതാപിതാക്കളെ എങ്ങനെയെങ്കിലും പറയണേ, ഈ ഒരു കാലത്ത് നന്നാവില്ലാടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നേരെ കിട്ടും. കാരണം ചില കുട്ടികള് ചെറിയ പാല് കുടിക്കുന്ന, മുല കുടിക്കുന്ന കുട്ടികളെ പോലും വലിയ വലിയ വല്യമ്മമാരിങ്ങനെ കവിളത്ത് നുള്ളിയിട്ട് ഇടാ കള്ളാന്ന് വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതും പാടില്ല. കാരണം കൊച്ചു കുട്ടികളല്ലേ, അവരെ നോക്കിയിട്ട കള്ളാന്ന് വിളിക്കുക. പിന്നെ കള്ളനാവൂലേ? കുട്ടികളെ നല്ല പേര് കൊണ്ട് വിളിക്കുക. ഒരിക്കലും തന്റെ മക്കളെ നമ്മൾ ശാപത്തിന്റെ വാക്ക് പറയരുത്. മക്കൾക്കെതിരായിട്ടെങ്ങാനും നിങ്ങൾ ദുആ ചെയ്താൽ മാതാപിതാക്കളെ ശ്രദ്ധിക്കണേ, അത് അള്ളാഹു സ്വീകരിക്കുമെന്നാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ മക്കളാണ്, വലിയ മാതാപിതാക്കളുടെ മക്കളാണ്. ചിലരുടെ മാതാപിതാക്കൾ ഖബറിലായിരിക്കും. അള്ളാഹു അവർക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കളോടുള്ള കടമകൾ നമ്മൾ പാലിക്കണം എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് ഇവിടെ അൽഹംദുലില്ലാഹ് ഇവിടെ നടന്നു വരുന്ന എല്ലാ സംരംഭങ്ങളും അള്ളാഹു വിജയിപ്പിക്കട്ടെ. ഈ മഹാന്റെ ഗുരുത്വവും പൊരുത്തവുമുള്ള മജ്ലിസാക്കി അള്ളാഹു ഇത് കബൂൽ ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. ഈ മഹാന്റെ ഹഖ് മുൻനിർത്തിക്കൊണ്ട് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, എല്ലാവരും ഞാൻ ദുആയിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് ഒരു ബക്കറ്റ് ഇവിടെ വെക്കാം. സ്ത്രീകളുടെ ഭാഗത്ത് ബക്കറ്റ് കൊണ്ടേക്കോളൂ.
കുട്ടികളെ മത്ത് കൊണ്ടേക്കണല്ലേ? അപ്പൊ ഇൻഷാ അല്ലാഹ് ഒന്ന് ഓപ്പറേറ്റർ കൊണ്ടുവരും. ഓപ്പറേറ്റർ എവിടെ? ഉറങ്ങിയാ? ഒന്ന് മൈക്കൊന്ന് വെച്ചാൽ മതി, അല്ലെങ്കിൽ കയ്യിൽ തന്നാൽ മതി മൈക്ക്. അവിടെ മാറി നിൽക്കുന്നവരെല്ലാവരും ഇനി ചിലപ്പോ ജീവിതത്തിൽ ഒരു വട്ടം പോലും നിങ്ങൾ ഇന്നെ കാണുമെന്നുള്ളത് അള്ളാഹു ആല. ഇത് അള്ളാഹുവിന്റെ ഒരു കലാമാണ് ഈ സമയത്ത് ഇവിടെ എത്തിയതും നിങ്ങളുമായി കണ്ടുമുട്ടാൻ സാധിച്ചതൊക്കെ. അപ്പൊ നമ്മൾ തമ്മിലൊന്ന് മുസാഫഹത്ത് ചെയ്യാം. ചിലപ്പോ നിങ്ങളെ കൈകെട്ടിട്ട് ഞാൻ നന്നായാലോ? അള്ളാഹു നമ്മളൊക്കെ സ്വീകരിക്കട്ടെ. ഉമ്മത്ത് മുഹമ്മദ് പരസ്പരം മുസാഫത്ത് ചെയ്യുന്നതിൽ ബറക്കത്തുണ്ട് എന്നാണ് മഹാന്മാര് പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു സ്വീകരിക്കട്ടെ. മാറി നിൽക്കുന്ന എല്ലാവരും ഈ മഹാനെ മുൻനിർത്തിയിട്ട് നല്ലൊരു സംഖ്യ നമ്മുടെ ആഖിബത്ത് നന്നാവാൻ, അതുപോലെ നമ്മുടെ കച്ചവടത്തിൽ ബറക്കത്തുണ്ടാവാൻ, നമ്മുടെ കുടുംബത്തിൽ ബറക്കത്തുണ്ടാവാൻ, നമ്മുടെ മുറാദുകൾ ഹാസിലാകാൻ എന്ത് നിയ്യത്ത് വെച്ചോളൂ. എന്ത് മരിച്ചുപോയവർക്ക് വേണ്ടി ഉള്ള അവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി എന്ത് നിയ്യത്ത് വെച്ചാലും ഈ മഹാനെയാണ് നമ്മൾ മുൻനിർത്തുന്നത്. അവരുടെ ഹഖ് ജാ ബറക്കത്ത് കൊണ്ട് ഇവിടെ സംഭാവന ചെയ്തവരെ നീ സഹായിക്കണേ അല്ലാ. ഇവിടെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. നീ ഏറ്റെടുക്കണേ അല്ലാ. ഇവിടെ നല്ലൊരു ഹദിയ കൊണ്ട് ഈ സംരംഭത്തിലേക്ക് സദഖ ചെയ്യുന്ന ആളുകളെ നീ കബൂലാക്കണേ അല്ലാ. എല്ലാരും നീച്ചോളൂ, എല്ലാരും നീക്കും, എല്ലാരും വരും. ഞാനിവിടെ ഇരിക്കാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അൽഹംദുലില്ലാഹ് നല്ല നല്ല സംഖ്യകളൊക്കെ ഇടുന്നുണ്ട്. ഇതൊന്നും ഇറക്കി വെച്ചാൽ മതി, അപ്പൊ വിസിലടിക്കൂല. റൂഹ് പോകും നാളിലെന്റെ കൂടെ വേണം ഹബീബരേ. നൂറ് നൽകി കൂടെ വന്ന് കാത്തിടേണം ഹബീബരേ. ചൊല്ല് അസ്സലാത്തു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. പ്രിയമുള്ളവരെ, ദുആ ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. മിസ്രിയ 200 രൂപ, ഖദീജ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി 200, പേര് പറയാത്ത ഒരാൾ ദുആ ചെയ്യാൻ വേണ്ടി 500, കാലുവേദന മാറിക്കിട്ടാൻ വേണ്ടി ഒരാൾ 100 രൂപ, അതുപോലെ തന്നെ പേര് പറയാത്ത 2-3 പേര് 500, 100 രൂപ വീതം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഒന്നരായ ഉസ്താദ് അവർകൾ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നതാണ്. ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കുകയാണ്. എന്റെ ട്രെയിൻ മിസ്സാവാതിരിക്കാൻ നിങ്ങളൊക്കെ ദുആയിക്കണം കേട്ടോ. നാളെ രാവിലെ ഒരു ക്ലാസ് ഉണ്ട്, അതിനെത്താൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് നേരത്തെ നിർത്തിയെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഈ മഹാന്റെ ഹഖ് ജാ ബറക്കത്ത് മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി നമ്മൾ ദുആ ചെയ്യണം. വളരെ ആത്മാർത്ഥമായി, മറ്റൊരു ചിന്തകളും ഇല്ലാതെ അള്ളാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. ഉസ്താദുമാരുടെ അവര് സമ്മതിച്ചുകൊണ്ടാണ് ഞാൻ ദ്വാരക്കണത്. ഉസ്താദുമാരുണ്ടാകുമ്പോൾ ദ്വാരക്കലില്ല, സയ്യിദന്മാരുണ്ടാകുമ്പോൾ മാറിക്കൊടുക്കലാണ്. ഉസ്താദുമാർ നിർബന്ധിച്ചത് കൊണ്ട് മാത്രം ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ആമീൻ പ്രതീക്ഷിച്ചുകൊണ്ട് ദുആ ചെയ്യണം. എല്ലാവരും ആത്മാർത്ഥമായി ആമീൻ പറയണം. ആമീൻ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد.
الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم ارزقنا محبة نبيك محمد صلى الله عليه وسلم اللهم ارزقنا شفاعة نبيك محمد اللهم ارزقنا رؤية نبيك محمد اللهم ارزقنا اتباع نبيك محمد اللهم ارزقنا عروس نبيك محمد اللهم ارزقنا زيارة روضة نبيك محمد صلى الله عليه وسلم اللهم اسقنا من حوض الكوثر نبيك محمد صلى الله عليه وسلم اللهم احشرنا تحت ظل لواء نبيك محمد صلى الله عليه وسلم اللهم انصرنا وانصر من نصر دين نبيك محمد صلى الله عليه وسلم അല്ലാഹുവേ കരുണക്കടലായ ദയാപരനായ ഗഫാറായ തവ്വാബായ റഹ്മാനായ അല്ലാഹുവേ സാധുക്കളായ പാപികളായ ദോഷികളായ മിസ്കീന്മാരായ ഞങ്ങൾ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാ. പാതിരാവിനോടടുക്കുന്ന ഈ സമയത്ത് അല്ലാഹു തൃപ്തിപ്പെട്ട വലിയന്റെ ചാരത്ത് ഒരുപാട് ഉസ്താദുമാരുള്ള ഈ മജ്ലിസിൽ, ഒരുപാട് സ്വാലിഹീങ്ങളുള്ള ഈ മജ്ലിസിൽ റബ്ബേ താണുകേണ് നിന്നോട് അപേക്ഷിക്കുകയാണ് അല്ലാ. ഈ സദസ്സിന്റെ മിഥില സവാബ് നീ ലോകത്തിന്റെ നായകൻ അല്ലാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീന മുനവ്വറയിലെ കസ്തൂരി മണ്ണിലേക്ക് എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ അവിടുത്തെ അസ്ഹാബിലേക്ക് എത്തിക്കണേ അല്ലാ. അവിടുത്തെ അസ്വാജിലേക്ക് എത്തിക്കണേ അല്ലാ. അവിടുത്തെ ഔലാദിലേക്ക് എത്തിക്കണേ അല്ലാ. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാർ മഹദികൾ അല്ലാഹുവേ ഞങ്ങളുടെ നാടിന്റെ നാനാഭാഗത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നവരുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. പ്രത്യേകിച്ച് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മഹാൻ റബ്ബേ അവിടുത്തെ റൂഹിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ കാവലായ ഞങ്ങളുടെ നാടിന്റെ ഐശ്വര്യമായ ബറക്കത്തായ മഹാന്റെ ചാരത്തേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവിടുത്തെ ഗുരുത്വവും പൊരുത്തവും നാട്ടുകാരായ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. അവിടുത്തെ ജിവാറ് കൊണ്ട് ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ അവരുടെ ദറജ നീ ഉയർത്തി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടുകുടുംബത്തിൽ നിന്ന്, ബന്ധുമിത്രാദികളിൽ നിന്ന്, ഉസ്താദുമാരിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന് റബ്ബേ ഞങ്ങളെ പോറ്റി വളർത്തിയ മാതാപിതാക്കളിൽ നിന്ന് പലരും ഖബറിലാണ് റബ്ബേ. ഈ സദസ്സിന്റെ മിഥില സവാബ് അവരുടെ ഖബറിലേക്ക് പ്രകാശമായി എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ പോറ്റി വളർത്തിയ, ഞങ്ങളെ വലുതാക്കിയ മാതാപിതാക്കൾ പലരും ഖബറിലാണ്. ഉസ്താദുമാർ പലരും ഖബറിലാണ് റബ്ബേ. അവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. കണ്ണെത്താ ദൂരത്തോളം വിശാലതയുള്ള ഖബറാക്കി നൽകണേ അല്ലാ. സ്വർഗത്തോപ്പാക്കി നൽകണേ അല്ലാ. നരകക്കുണ്ടാക്കല്ല റഹ്മാനെ, നരകക്കുണ്ടാക്കല്ല റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളിൽ പലരും രോഗികളാ, പല പ്രയാസങ്ങളും അനുഭവിക്കുന്നവരാ. ഞങ്ങൾക്ക് എല്ലാ ശാരീരിക മാനസിക പ്രയാസങ്ങളും അസുഖങ്ങളും നീ മാറ്റിത്തരണേ അല്ലാ. മാരക രോഗങ്ങൾ കൊണ്ട് ഞങ്ങളെ പ്രയാസത്തിലാക്കല്ല അല്ലാ. ക്യാൻസർ, ട്യൂമർ, കിഡ്നി തകരാറ് പോലെയുള്ള മൂത്ര സംബന്ധമായ രോഗങ്ങൾ റബ്ബേ അതൊന്നും തന്ന് നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. നിന്റെ പൊരുത്തത്തിലുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങളുടെ കൽബ് നന്നാക്കണേ അല്ലാ. ആരോടും ഒരു വിരോധമില്ലാത്ത കൽബ് നൽകണേ അല്ലാ. ഒരാളോട് അസൂയയില്ലാത്ത, അഹങ്കാരമില്ലാത്ത, അഹംഭാവമില്ലാത്ത, കുനിച്ചില്ലാത്ത, വിദ്വേഷമില്ലാത്ത, പകയില്ലാത്ത, ദേഷ്യമില്ലാത്ത സലാമത്തിന്റെ കൽബ് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ അഹങ്കാരം തരല്ല
അല്ലാ, അഹംഭാവം തരല്ലേ അല്ലാ, വിനയം നൽകണേ അല്ലാ, ഈമാൻ തരണേ അല്ലാ, ഈമാനൊന്ന് സലാമത്തിലാക്ക് റബ്ബേ, ഈമാനൊന്ന് സലാമത്തിലാക്ക് റഹ്മാനെ, ഈമാനൊന്ന് സലാമത്തിലാക്കണേ അല്ലാ. ഞങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്തവരാ, ഒരുപാട് തെമ്മാടിത്തരങ്ങളിൽ വീണുപോയവരാ. ഞങ്ങളുടെ തെറ്റുകളൊക്കെ നീ പുറത്തു തരണേ അല്ലാ. അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ചെറുതും വലുതുമായി ഒട്ടേറെ പാപങ്ങൾ ചെയ്തു പോയവരാ, പാകപ്പിഴവുകൾ സംഭവിച്ചവരാ. നീ അഫ്വ് ചെയ്യണേ അല്ലാ. ഈ സദസ്സിന്റെ വറക്കത്ത് കൊണ്ട് നീ അഫ്വ് ചെയ്യണേ അല്ലാ. നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാ. നിന്റെ റഹ്മത്ത് നീ ഞങ്ങളിലേക്ക് ചൊരിയണേ അല്ലാ. നിന്റെ ബറക്കത്ത് ഞങ്ങളിലേക്ക് ചൊരിയണേ അല്ലാ. ഞങ്ങൾ ചെയ്ത ഹസനാത്ത് സ്വീകരിക്കണേ അല്ലാ. റമളാനിൽ ചെയ്ത നന്മകളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്ത സയ്യാത്ത് പുറത്തു തരണേ അല്ലാ. ഞങ്ങൾ ചെയ്ത തെറ്റുദോഷങ്ങൾ നീ അഫ്വ് ചെയ്യ് റബ്ബേ. സയ്യാത്ത് ഹസനാത്താക്കി തബ്ദീൽ ചെയ്യണേ റഹ്മാനെ. സയ്യാത്ത് ഹസനാത്താക്കി തബ്ദീൽ ചെയ്യണേ അല്ലാ. ഹസനാത്ത് കബൂലാക്കണേ അല്ലാ. സയ്യാത്ത് അഫ്വ് ചെയ്യണേ അല്ലാ. ഞങ്ങളെ നീ വഷളാക്കല്ല റഹ്മാനെ, ഞങ്ങളെ നീ വഷളാക്കല്ല അല്ലാ. ഒരാളുടെ മുന്നിൽ നീ വഷളാക്കല്ല അല്ലാ. ഒരു മഖ്ലൂഖിന്റെ മുന്നിലും നീ ഞങ്ങളെ തല കുനിപ്പിക്കല്ല റഹ്മാനെ. നിന്റെ മുന്നിലല്ലാതെ ഞങ്ങൾക്ക് നീ ഇസ്സത്ത് ചൊരിയണേ അല്ലാ. ഒരുപാട് പണ്ഡിതന്മാരുള്ള സദസ്സിലായി മുതഅല്ലിം സംസാരിച്ചത് റബ്ബേ, ഈ ഉസ്താദുമാരുടെ ബറക്കത്തുകൊണ്ട് ഈ സദസ്സ് കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഇന്ന് ഇവിടെ സംസാരിക്കേണ്ടിയിരുന്ന ജലീൽ റഹ്മാനി ഉസ്താദ് ഈ വിനീതന്റെ ഉസ്താദാണ്. അല്ലാഹുവേ, നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ചികിത്സ കഴിഞ്ഞിട്ട് റെസ്റ്റിലാണ് റബ്ബേ. എത്രയും പെട്ടെന്ന് നീ ശിഫയും സലാമത്തും നൽകണേ അല്ലാ. റബ്ബേ, ഈ മഹാന്റെ പൊരുത്തത്തിലായുള്ള ദീർഘായുസ് നീ നൽകണേ അല്ലാ. സഹോദരിമാര് അല്ലാ, ഒരുപാട് സഹോദരിമാരുണ്ട് എന്നാണ് സംഘാടകർ പറഞ്ഞതല്ലാ. മറക്കപ്പുറത്ത് അതപോടെ ഇരുന്ന ആ ഉമ്മമാർക്ക്, സഹോദരിമാർക്ക് റബ്ബേ നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ദാമ്പത്യത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. സ്നേഹം നൽകണേ അല്ലാ. പരസ്പരം രഞ്ജിപ്പ് നൽകണേ അല്ലാ. ഞങ്ങൾക്കിടയിൽ ഐക്യം നൽകണേ അല്ലാ. മഹല്ലിൽ ഐക്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഉസ്താദുമാർക്കിടയിൽ ഐക്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ പലയിടങ്ങളിലും പലസ്തീനിലെ കുഞ്ഞുമക്കൾ പിടഞ്ഞു വീഴുകയാണ്. അതുപോലെ സിറിയയിലെ അലോപ്പോയുടെ തെരുവീതികളിലെ പാവപ്പെട്ടവര് പിടഞ്ഞു വീഴുകയാ. മ്യാൻമറിലെ കുഞ്ഞുമക്കള് പിടഞ്ഞു വീഴുകയാ. ഇസ്ലാമിന്റെ നമ്മുടെ സഹോദരങ്ങളുടെ രക്തം ചിന്തുകയാ. അല്ലാ, ഉത്തരേന്ത്യയിലെ ഉൾഗ്രാമങ്ങളിലെ പടഞ്ഞു വീഴുന്ന മുസ്ലിം മക്കൾ റബ്ബേ, അവർക്കൊക്കെ നീ സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ നാട്ടിൽ നീ അനുയോജ്യമായ ഒരു ഭരണം നൽകണേ അല്ലാ. എല്ലാവരോടും അനുകമ്പയുള്ള ഭരണാധികാരികൾ നൽകണേ അല്ലാ. അല്ലാഹുവേ, വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം പരത്തുന്ന ആളുകളെ, വിഷം വമിപ്പിക്കുന്ന ആളുകളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. ഈ മഹാന്റെ ഹക്ക് കൊണ്ട് ഞങ്ങൾ ചോദിക്കുകയാ, ഞങ്ങളുടെ നാടിന് അനുയോജ്യമായ ഭരണാധികാരികൾ നീ നൽകണേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത സയ്യിദിനാ മുഹമ്മദിൻ വറഹം ഉമ്മത സയ്യിദിനാ മുഹമ്മദിൻ. അല്ലാഹുമ്മ തജാവസ് അൻ ഉമ്മതി സയ്യിദിനാ മുഹമ്മദിൻ. അല്ലാഹുവേ, ഇവിടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് റഹ്മാനെ. അവിടേക്ക് എല്ലാ മുറാദുകളും മനസ്സിലാക്കി കൊടുക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും തീർത്തു കൊടുക്കണേ അല്ലാ. എന്നെ ഇങ്ങോട്ട് ട്രെയിനിൽ നിന്ന് ചെയ്തു വന്ന സഹോദരങ്ങൾ റബ്ബേ, അവർക്ക് നീ ഖൈറും ബറക്കത്ത് നൽകണേ അല്ലാ. ഇതിന്റെ ഒരുപാട് സംഘാടകരുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, കിലോമീറ്ററുകളോളം ട്യൂബ് തൂക്കിയിട്ട് ഈ മഹാന്റെ പൊരുത്തം കിട്ടാൻ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചവരുണ്ട് റബ്ബേ. നീ അവർക്കൊക്കെ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. ഈ കമ്മിറ്റിയെ നീ അഭിവൃദ്ധിയിലാക്കണേ അല്ലാ. OSFന്റെ ചെറുപ്പക്കാരുണ്ട്, നീ അഭിവൃദ്ധിയിലാക്കണേ അല്ലാ. ഇവിടെ നല്ല ക്രമീകരണം നടത്തിയ ലൈറ്റും സൗണ്ടും ഒക്കെ ക്രമീകരിച്ച ആളുകൾക്ക് ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഓൺലൈനായി കേൾക്കുന്നവരുണ്ട് റബ്ബേ, ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഇജ്അൽ നസീഹതനാ നസീഹതൻ മുഅസ്സിറതൻ ഫീ ഖുലൂബിനാ വഫീ ഖുലൂബിസ് സാമിഈൻ. റബ്ബേ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ഈ മഹാനെ മുൻനിർത്തി ഞങ്ങൾക്ക് അവസാനം ചോദിക്കാനുള്ളത് ഞങ്ങളുടെ മരണം നന്നാക്കണേ അല്ലാ.
ഇവിടെ പങ്കെടുത്ത എല്ലാവരുടെയും അസ്രാഹീലിനെ കണ്ടുമുട്ടുന്ന ആ സെക്കൻഡിൽ ബേജാറില്ലാതെ ഉറക്ക ദിക്ർ ചൊല്ലി ലോകത്തുനിന്നും ഇവിടെ പറയാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മരണം നന്നാക്ക് റബ്ബേ. ജീവിതകാലത്ത് ഒരു തവണയെങ്കിലും ഹജ്ജ് ഉംറകൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ. ഞങ്ങളെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഭാര്യമാര്, സന്താനങ്ങൾ എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ അഫ്രിഗ് അലൈനാ സബ്റൻ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അനൗൺസ്മെന്റ് ഉഷാറായിട്ട് കേട്ടോ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ ഇതിനേക്കാൾ ആളുകളെ പങ്കെടുപ്പിച്ച്, ഇൽമിന്റെ മജ്ലിസ് ആണല്ലോ, കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ച് ഭംഗിയാക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നലെ